അപ്പോൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ IIT ഖരഗ്പൂർ എന്നിങ്ങനെയുള്ള ഒരുപാട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ LLBs ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതില് ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് 3 year LLB ആണ്. അതേ സ്ഥാനത്ത് മറ്റുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഒക്കെ NLU ബാംഗ്ലൂർ മുതൽ അതുപോലെ തന്നെ മറ്റുള്ള NLU ഡൽഹി, നാഷണൽ NLUs എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേറ്റ്സിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിന്റെയൊക്കെ എൻട്രൻസ് ബേസ്ഡ്, ക്ലാറ്റിന്റെ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നും നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ മലയാളി വിദ്യാർത്ഥികളുടെ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യുക, അതുപോലെ തന്നെ എത്രത്തോളം റെപ്രസെന്റേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അക്കാഡമി തുടങ്ങുന്നത്. അപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റുള്ള ആളുകളൊന്നും മ്യൂട്ട് ചെയ്യും പ്ലീസ്. അപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആകെ അഡ്മിഷൻ എടുത്ത മലയാളികളുടെ എണ്ണം 10 to 15 സ്റ്റുഡൻസ് ആണ്. ഔട്ട് ഓഫ് 2500 സീറ്റ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 3 year LLBയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഒരു നമ്പറിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കൃത്യമായിട്ട് സ്റ്റുഡന്റ് സാറ് തന്നെ എല്ലാവരും ഒന്ന് മ്യൂട്ടോളം എടുക്കുമോ? കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ വർഷത്തില് ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒരുപാട് വിദ്യാർത്ഥികൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻ്റർ ആവുകയും, നാട്ടിൽ ഡിഗ്രി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻ്റർ ആവുകയും അതിൽ നിന്ന് ഒരു 25 to 30 സ്റ്റുഡൻസ് ഈ പ്രാവശ്യം എൻട്രൻസ് കൊടുക്കേണ്ടായി. അവർക്ക് കൃത്യമായിട്ട് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വാട്സപ്പിൽ കൂടെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മളൊരു ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ ക്ലാസ്സും എടുത്തിരുന്നു, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ. അപ്പോൾ ഹൈജി എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലായിരുന്നു എടുത്തിരുന്നത്. അതിൽ ജോയിൻ ചെയ്ത 14 സ്റ്റുഡൻസ് ആയിരുന്നു ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത്, ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ 7 സ്റ്റുഡൻസ് ഈ പ്രാവശ്യം ക്ലിയറും ആയിട്ടുണ്ട്. അപ്പോൾ 50% ഓഫ് റിസൾട്ട്സ് എൻട്രൻസിൽ കിട്ടി എന്നുള്ളത് നല്ലൊരു കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ മെറ്റീരിയൽസ് ഷെയർ ചെയ്തത് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുത്ത 5 to 6 സ്റ്റുഡൻസ് വേറെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 to 15 സ്റ്റുഡൻസ് മാത്രം നമ്മളുടെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് കൊണ്ട് ഈ പ്രാവശ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ +2 ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജാമ്യ മുതൽ അലിഗഡ് അതുപോലെ തന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലൊക്കെ കൂടിയിട്ട് മൊത്തം 2500-ലേറെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ തന്നെ സീറ്റ്സ് അവൈലബിൾ ആണ്. ഇനി അതല്ല, അത് കിട്ടാതെ വരുന്ന കുട്ടികൾക്ക് സെൽഫ് ഫൈനാൻസിങ് ആയിട്ടും മറ്റുള്ള നാഷണൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഗൈഡൻസും ഓറിയന്റേഷനും അതുപോലെ തന്നെ ലീഗൽ നോളജസും കൊടുത്താൽ ബാക്കി ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൃത്യമായിട്ട് സ്റ്റുഡൻസിൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം നമുക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോ ക്ലാറ്റിൻ്റെതും അതുപോലെ തന്നെ ജാമിയ, അലിഗഡ് എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എൻട്രൻസ് കോച്ചിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ അറിവിലുള്ള ഇപ്പൊ 12th പഠിച്ചിരിക്കുന്ന ഏത് സ്ട്രീമിലായാലും കൃത്യമായിട്ട് ലോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഗ്രഹമുള്ള കുട്ടികളെ നമ്മുടെ ഒരു അക്കാഡമിയായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ട് നമ്മൾ അവിടെ മേക്കപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇതില് നമ്മളിപ്പോ ചെയ്യുന്നത് ഫസ്റ്റ് ഒഫീഷ്യലി ഒരു ഇനോഗ്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതില് നമ്മള് കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സാറാണ്. സാറ് കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും അതുപോലെ തന്നെ കേരളത്തിലെ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സാറിന് കൃത്യമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ ലിറ്റിഗേറ്റിംഗ് ഫീൽഡിൽ അതുപോലെ തന്നെ നാട്ടിലെ കൃത്യമായിട്ട് ലോയിലെ എക്സ്പീരിയൻസ്, ഇത്രയും വലിയൊരു ജേർണി കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെയാണ് സാറിനെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇതില് സാറ് ഒരു ലോന്റെ സാറിന്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്നുണ്ട്, അതുപോലെ തന്നെ ലോ എടുക്കുന്നതിലൂടെ നമുക്ക് കരിയറിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഡൗട്ട്സും സംശയങ്ങളൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് ഉണ്ടാവും. അപ്പൊ അതിനുള്ള മറുപടിയും സാറ് തരുന്നതാണ്. അപ്പോൾ സാറിന് ഒരു ഇനോഗ്രേഷൻ സെഷന് വേണ്ടി ക്ഷണിക്കുകയാണ്. Sir, Mohammed Shah, sir. Yes. Okay, sir, you can continue. Dear Maruf, I think Adil has not come. Adil has joined. Joined, okay. Yeah. ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ കുട്ടികൾ
നടത്തുന്ന ഒരു മിഷനാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഈ കാലഘട്ടത്തിൽ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ 1947 ശേഷം ഇന്ത്യ ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിവിക് നാഷണലിസം. 1920s ശേഷം രണ്ട് സ്കൂളുകളുടെ ഡിബേറ്റ്സ് ആണ് നടന്നത്. ഫസ്റ്റ് വൺ ഈസ് സിവിക് നാഷണലിസം ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൾച്ചറൽ നാഷണലിസം. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ഡിബേറ്റുകൾ ആഫ്റ്റർ 1920 for 3 decades. The debate was whether the constitution shall follow civic nationalism or a cultural nationalism. Civic nationalism, we'll see in part 3 of the constitution, we can see the civic nationalism. Civic nationalism basically അതൊരു നവോത്ഥാനമാണ്. നമ്മുടെ എല്ലാ റിലീജിയനിലും there can be vices in their custom and practices. Civic nationalism is totally oriented on rights. So when we go to the constitution of the country, we can see Article 14, 15, 16 of equality. Article 17 speaks about untouchability, abolition of untouchability, abolition of titles. Idella prohibition of untouchability, abolition of titles. Idella navothanam. There are civic nationalism തോന്നി വന്നതുകൊണ്ട് മാത്രം, because untouchability was a custom here. ഇത്തരം ഒരുപാട് കസ്റ്റമുകൾ ഉണ്ടായിരുന്നപ്പോൾ there was a debate whether we need to follow the tradition of this country, whether we need to ignore the vices in the tradition of the country, whether we need to say that the vices in our custom is wrong, we have to abandon it എന്ന് പറയണമായിരുന്നു. ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അതുപോലെ തന്നെ അംബേദ്കർ ആയിരുന്നു. ആ ഡിബേറ്റിൽ വളരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നോക്കി മനസ്സിലാവും, അതിശക്തമായ ഡിബേറ്റ് നടന്നൊരു സബ്ജക്ട്. ആ ഡിബേറ്റ് 1950 ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വരുന്നതോടുകൂടി റൈറ്റിലൂന്നിയ, അവകാശത്തിലൂന്നിയ ഒരു രാഷ്ട്രീയവും ബിൽഡപ്പ് ചെയ്യപ്പെടുന്നു. അതിന് കഴിഞ്ഞ് പുതിയ കാലത്തേക്ക് വന്നു 1990s ശേഷം what happened in the country is a rediscussion or revisit on the cultural nationalism. That is what is happening in this country. We don't say that cultural nationalism is wrong. We will not say that civic nationalism is wrong or right. The question is, debate is happening in the country. We need to be part of the debate. അതിന് ഈ പ്രൊഫഷൻ ഈ പഠനം ഒരു നെസസിറ്റി ആയി കാലഘട്ടത്തിൽ. നമ്മൾ ആക്സിഡന്റലി വി ഓൾ ബിക്കം, മൈസെൽഫ് ഈസ് ബിക്കമിങ് എ ലോയർ. ഐ പ്രാക്ടീസ് ആസ് എ ലോയർ ഫോർ 2-3 decades. അപ്പൊ എന്റെ ഈ പ്രാക്ടീസിന്റെ കാലഘട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന 90കളിൽ ഉണ്ടായിരുന്ന ചിന്തകൾക്കൊക്കെ വിരുദ്ധമായ ചിന്തകളിലേക്ക് ഈ പ്രാക്ടീസ് എങ്ങനെയാകണം എന്നതിനെ കുറിച്ചൊക്കെ മാറി ചിന്തിക്കേണ്ട കാലഘട്ടം 2010 ശേഷം 2014 ശേഷം എസ്പെഷ്യലി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള പഠനങ്ങൾ നടത്തുന്ന മിടുക്കന്മാരായ കുട്ടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് കേരളം ഇത്തരം ചിന്തകളുടെ ഒരു ഈറ്റിലോ, ആ ചിന്തകളിലേക്ക് പുതിയ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ തന്ന ഓപ്പർച്യൂണിറ്റി. മൗറൂഷും ബഷീറും ഒക്കെ പറയുമ്പോൾ അവര് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ കണ്ടു. നമ്മുടെ മലയാളികളായ ആളുകൾക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല. പിന്നെ അവരെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവന്യൂസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും അവരെ അവിടെ എത്തിക്കാൻ ശ്രമിക്കുകയും ചേർത്ത് നാഷണൽ ലോ സ്കൂളിലായാലും ശരി, ഇവിടെയൊക്കെ ആണെങ്കിലും ശരി, ഡൽഹി യൂണിവേഴ്സിറ്റി പല ഓപ്ഷൻസ് അവിടെ എത്തിക്കുന്നതിനുള്ള അറ്റംപ്റ്റ് ആണ്. ഈ അറ്റംപ്റ്റ് നമ്മൾ നടത്തുമ്പോൾ എന്തിനാണ് നമ്മൾ അവിടെ എത്തുന്നത്, എന്തിനാണ് ഈ പ്രൊഫഷൻ ഓപ്റ്റ് ചെയ്യുന്നത്? ഈ പ്രൊഫഷനെ ഇപ്പൊ ഒരു പ്രൊഫഷന്റെ എന്താ പറയുക, ഫിനാൻഷ്യൽ ചാം എന്ന് പറയുന്നത് മറ്റേത് പ്രൊഫഷനെക്കാട്ടും മുകളിലാണെന്ന് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ ഇനീഷ്യൽ പീരീഡ് ഓഫ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി. പക്ഷെ ആ പീരീഡ് ഒന്ന് ഓവർകം ചെയ്താൽ മറ്റേത് പ്രൊഫഷനെക്കാട്ടിലും നമുക്ക് ഏറ്റവും അധികം ഫിനാൻഷ്യലി ഒരു ബർഡൻ ഇല്ലാത്ത ഒരു പ്രൊഫഷൻ. ഈവൻ ഇൻ ദിസ് കോവിഡ് കണ്ടീഷൻ, ഇഫ് യു ആർ പ്രാക്ടീസിങ് വെൽ, ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ്, ഇഫ് യു ആർ റീഡിങ് ഓൾ ദീസ് തിങ്സ്, നമ്മൾ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രൊഫഷനെക്കാട്ടിലും ഒരു ബെറ്റർ പ്രൊഫഷൻ ഇല്ല ആസ് എ പ്രൊഫഷൻ. മോർ ഓവർ, ഈ പ്രൊഫഷൻ ഒരു മണി എന്താ പറഞ്ഞ ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രൊഫഷൻ എന്നതിനപ്പുറത്ത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്രൊഫഷൻ. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ആ കാലഘട്ടത്തിൽ കാണിച്ച, അല്ലെങ്കിൽ ഭഗത് സിംഗും ഒക്കെ കാണിച്ച, രാജ്യത്തിന് വേണ്ടി കാണിച്ച ഒരു പോരാട്ടത്തിന്റെ ഒരു ചെറിയ ഒരു ഡിഫറെന്റ് മൊഡ്യൂൾ ഓഫ് പോരാട്ടം നമ്മൾ നടത്തേണ്ട കാലം. പോരാട്ടം ലീഗൽ ഡിബേറ്റ്സ് ആണ്, ഇന്റലക്ച്വൽ സ്ട്രെങ്ത് ഉള്ള ആളുകൾ അവിടെ.
അപ്പൊ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, അതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഒരുപാട് ആളുകളെ ആ സ്ട്രീമിലേക്ക് എത്തിക്കാൻ അത് ഏറ്റവും നല്ല, ഒരുപാട് കോളേജസ് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഒരുപാട് കോളേജസ്. പക്ഷെ നമ്മൾ ആ കോളേജുകളുടെ എണ്ണത്തിലല്ല, ഏറ്റവും നല്ല എന്താ പറയുക, ഇന്റലക്ച്വൽ ഇൻകൾക്കേഷൻ കിട്ടാവുന്ന എല്ലാ കോളേജുകളിലേക്കും നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ സാധിക്കും. ഈ മാറൂഫും ബഷീറും ഒക്കെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വലുപ്പം എത്രയാണെന്ന് അവർക്ക് ഒരു പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവില്ല. അതൊരു വലിയ മിഷനാണ്. ആക്സിഡന്റലായിട്ട് പ്രൊഫഷനിൽ വന്ന നൂറുകണക്കിന് ആളുകൾ, രാഷ്ട്രീയത്തിലേക്ക് തിരിയാൻ വേണ്ടി പ്രൊഫഷനിൽ വന്ന ആളുകൾ, പ്രൊഫഷണൽ സ്ഥാനതെടുത്തതിന് ശേഷം പിന്നെ പ്രാക്ടീസിലേക്കേ പോകാത്ത ആളുകൾ. പക്ഷെ അവരൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആ പഠിച്ചു വന്ന ആളുകളൊക്കെ റിക്വയർഡ് ആയ ഒരു കാലഘട്ടത്തിൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനാണ്. ഞാനിപ്പോ ഒരു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ അഭിഭാഷക സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ സംഘടനയിലൂടെ ചെറുപ്പമായ പുതിയ കുട്ടികളൊക്കെ കാണുമ്പോഴൊക്കെ പല മീറ്റിങ്ങിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യു ഷുഡ് ഇംപ്രൂവ് യുവർ ഇന്റലക്ച്വൽ സ്ട്രെങ്ത് ആൻഡ് യു നീഡ് ടു കോൺട്രിബ്യൂട്ട് ടു ദിസ് കൺട്രി, ടു ദി സൊസൈറ്റി. പല ഫീൽഡിൽ അഭിഭാഷകരുടെ വാദം തന്നെ 2 തരം വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ച് അതിലൊന്ന് വിജയിച്ചെടുക്കാതെ സാധിക്കുകയുള്ളൂ. ആ വാദങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള ശരി തെറ്റുകളെ ഇഴകീറി പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് നമ്മുടെ ചോദ്യം. അതിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. അതിനുള്ള ഈ മിഷൻ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ബാർ കൗൺസിലിന്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ. ബാർ കൗൺസിലിന്റെ അംഗം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും, കേരളത്തിലും 25 ബാർ കൗൺസിൽ അംഗങ്ങളാണ്. അത് അഭിഭാഷകരുടെ ഡിസ്പ്ലേ അതോറിറ്റിയാണ്. അവിടെ 25 പേര് ചേർന്ന് കേരളത്തിൽ ഏകദേശം 55,000 അഭിഭാഷകരുണ്ട്. അവരുടെ എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ഞങ്ങൾ 25. അവിടെ നമ്മൾ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം ഡിസിപ്ലിൻ പ്രൊസീഡിങ്സ് ആണ്. അഭിഭാഷകർക്ക് എത്തിക്കൽ വാല്യൂസിന് വില കൊടുക്കാതെ അഭിഭാഷക വൃത്തിയിൽ നിൽക്കുന്ന ആളുകൾ ഈ തൊഴിലിനെ ഡിമീൻ ചെയ്യുക, ഇത് ഏറ്റവും വലിയൊരു പ്രൊഫഷനാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരുപാട് പഞ്ചുണ്ട്, സാധാരണക്കാർ പറയുന്നത്. അവിടെ നമ്മൾ ചെയ്ത പ്രവർത്തികൾക്ക് ഒരുപാട് മാന്യതയുണ്ട്. നമ്മൾ മോൾഡ് ചെയ്ത് കൊടുക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ എത്തിക്സിന് ഏറ്റവും അധികം വാല്യൂ കൊടുക്കുന്നവരായി മാറണം. നമ്മളുടെ പ്രീച്ചിങ്സിൽ എപ്പോഴും അതുണ്ടാകണം. കാരണം ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ പ്രൊഫഷനാണ്. ഗാന്ധി ഇവിടെ തിരിച്ചു വന്നിരുന്ന നാട്ടിൽ കൊണ്ടുവന്നിട്ട് ശരിയുടെ കൂടെ നിന്ന ഗാന്ധിയുടെ പ്രൊഫഷൻ. ലോകത്തെ ഏറ്റവും പ്രമുഖരായ ആളുകളൊക്കെ നമ്മൾ നോക്കിക്കൊള്ളൂ, ഏറ്റവും പ്രഗത്ഭരായ സത്യസന്ധന്മാരായ നീതിമാന്മാരായ ഭരണാധികാരികളായ ആളുകൾ അഭിഭാഷകത്തിൽ നിന്ന് വന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു വാല്യൂസ് എത്രയാണ് എന്ന് അവർ കാണിച്ച് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് ആ പ്രൊഫഷണൽ എല്ലാ വാല്യൂസും ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു കച്ചവട താല്പര്യത്തിലേക്ക് നമ്മൾ ഇടപെടരുത്. ഫിനാൻസ് പണം നമുക്ക് വരും, പക്ഷെ നമുക്ക് അർഹതപ്പെട്ടതാണെന്ന് ഉറപ്പോടുകൂടി നമ്മൾ വാങ്ങുക. അതിന് എത്ര പരിമിതി ഇല്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റും, പക്ഷെ സർവീസ് അനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള ഒരു പഠനവും കൂടെ ഒരു കോച്ചിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ അതും കൂടെ കൊടുക്കണം. അങ്ങനെ നല്ലൊരു അഭിഭാഷക ഗ്രൂപ്പിനെ ഇന്ത്യ ഒട്ടുക്ക് വാർത്തിയെടുക്കുന്നതും അതിൽ നിന്ന് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മിഷനായി ഇത് മാറട്ടെ. ഈ ഔപചാരികമായിട്ട് ഈ ഒരു നിങ്ങളുടെ ഈ മിഷന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ചെയ്യുന്നു. സർ, ഞാൻ ഈ ഒരു സെഷൻ കുറച്ചൊന്ന് ഇൻഫോർമൽ ആക്കാൻ വേണ്ടിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് സാറിനോട് ചെയ്യാണ്. അപ്പോ അതില് ഫസ്റ്റ്ലി ചോദിക്കുന്നത്, ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റ്, അതിപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായാലും എവിടെയായാലും, പ്രത്യേകിച്ച് ലോ പ്രൊഫഷനിലേക്ക് വരുന്ന സ്റ്റുഡൻസ് എത്രത്തോളം സെക്യൂർ ആണ് അവരുടെ ലോ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? പ്രത്യേകിച്ചിട്ട് നമ്മുടെ ലോയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യമാണ് നെപ്പോട്ടിസം. ആ ഒരു നെപ്പോട്ടിസം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ജുഡീഷ്യറിയിലെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഒരു ലോന്റെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ലോ കരിയറിൽ സക്സസ് ആകാൻ പറ്റും എന്നുള്ള ഒരു ധാരണ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അതില്ലാതെ ഒരു ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റ് ആയിട്ട് ലോയിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഏത് രീതിയിൽ അവർക്ക് അവരുടെ ഒരു സക്സസ് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്? ഒന്ന്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താൽ നെപ്പോട്ടിസം നമ്മളെ പിടിക്കില്ല. ക്വാളിറ്റി ഉണ്ടെങ്കിൽ നെപ്പോട്ടിസം നമുക്ക് ഓവർകം ചെയ്യാം. നെപ്പോട്ടിസം എല്ലാ ഫീൽഡിലും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നിയമ ഫീൽഡിൽ ഒരുപാട് കൂടുതലാണ്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് മാത്രമല്ല, ജഡ്ജിമാരുടെ നിയമനം മാത്രമല്ല, നമുക്ക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും നെപ്പോട്ടിസം ഉണ്ട്. 2 കാര്യങ്ങളാണ് ഒരു അഭിഭാഷകന് ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ടത്. ഒന്ന്, നല്ല പരന്ന വായന വേണം. 2, നല്ല അനലിറ്റിക്കൽ എബിലിറ്റി വേണം. പിന്നെ ഏറ്റവും പ്രധാനമായി വേണ്ടത് നല്ല പബ്ലിക് റിലേഷൻ വേണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കക്ഷിക്ക്
അവന്റെ ഗ്രീവൻസ് കേൾക്കാൻ നമുക്ക് സാധിക്കുകയും അവന്റെ പ്രതിവിധി കൺവിൻസിംഗ് ആയിട്ട് എന്താണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിലും ചെയ്താൽ നല്ല അഭിഭാഷകൻ അവൻ നമ്മളെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ അത് എങ്ങനെ കോടതികളിൽ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ കോടതികളിൽ തന്നെ പോകാത്ത പ്രാക്ടീസ് ഉണ്ട്, അവിടെ എങ്ങനെ ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് അത് നമ്മൾ ഉഴപ്പിയാൽ പോയി അതിനെ ഏറ്റവും സിൻസിയർ ആയിട്ട് ടൈം ബാർഡായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 10 കേസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സക്സസ് അവിടെ പറഞ്ഞാണ്. ഒരു കേസിൽ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള വീഴ്ചയിൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അവിടെ തകർച്ച ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ എന്തിനേയും നമുക്ക് മറികടക്കാൻ നമ്മുടെ നോളജിന്റെ സ്ട്രെങ്ത് കൊണ്ടും ഹാർഡ് വർക്കിന്റെ സ്ട്രെങ്ത് കൊണ്ടും കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രൊഫഷനിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ പ്രൊഫഷനിലെ കോമ്പറ്റീഷൻ കുറവാണെന്ന് ഞാൻ പറയും. ഡോക്ടർമാരുടെ പ്രൊഫഷനിലോ അല്ലെ എഞ്ചിനീയേഴ്സിന്റെ, ആർക്കിടെക്ട്സിന്റെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒക്കെ പ്രൊഫഷൻ നോക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി സ്റ്റഫാണ് അവിടെ വരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കാം, അവർ വലിയ കോമ്പറ്റീഷനിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ഫീൽഡിൽ വരുന്ന ആളുകളുടെ ഒരു 1000 പേര് വന്നാൽ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന 100 പേരുണ്ടാവുള്ളൂ. സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന 100 പേര് ഏറ്റവും സീരിയസ് ആയ പ്രാക്ടീസിന് 50 പേര് എത്തുകയുള്ളൂ. ഇതാണ് ഞാനൊക്കെ കണ്ടത്, ഈ കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്കതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ ആൻസർ. പിന്നെ ഒന്ന് റീസെന്റ് ഒരുപാട് ആളുകൾ വളരെ ഡിസപ്പോയിന്റഡ് ആവാറുണ്ട് ജുഡീഷ്യറിയുടെ ബയാസ്, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച്. ഇപ്പൊ അടുത്ത് എസ്എബ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 32 റിപ്പറ്റീഷൻ അംബേദ്കർ ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 32 ജൂറിസ്ഡിക്ഷൻ വരെ വെട്ടിക്കുറക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സിദ്ദീഖ് കാപ്പന്റെ കേസിൽ. അതേ സ്ഥാനത്ത് ലൈഫ് ടു ലിബർട്ടി എന്നുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ജേർണലിസ്റ്റുകള് ബെയിൽ കൊടുക്കുകയും അതേ സ്ഥാനത്ത് സെയിം രീതിയിലുള്ള ഒരു കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ റിപ്പറ്റീഷൻ പോലും കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് നിന്ന് പോകുന്ന ഒരു ജുഡീഷ്യറി ആണോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്? അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഒരു ബയാസ്മെന്റ് നമുക്ക് എത്രത്തോളം ഏതൊക്കെ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും? ഒരു കമ്മിങ് ജനറേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. ഇതിൽ പല സ്റ്റുഡൻസും ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അവർക്കൊക്കെ 3 year LLB കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ മനസ്സിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഇങ്ങനെ ഒരു ബയാസ്ഡ് ആയ ഒരു ജുഡീഷ്യറി ആണോ നമ്മുടേത്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പെർഫോം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് റോൾ എടുത്താൽ നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ കാപ്പന്റെ ജഡ്ജ്മെന്റും നമ്മുടെ ഇദ്ദേഹത്തിന്റെ കേസും ഒക്കെ, അർണബ് ഗോസ്വാമിയുടെ കേസും ഒക്കെ, നമ്മള് അഭിഭാഷകർ സംസാരിക്കുമ്പോൾ അവരുടെ ജഡ്ജ്മെന്റ് റീസണിങ്ങിലേക്ക് മാത്രം നമ്മൾ നിൽക്കണം. ആ റീസണിങ്ങില് നമുക്ക് കൺവിൻസിങ് അല്ല എന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ നമുക്ക് വിമർശിക്കാം. അപ്പോ ഈ ജുഡീഷ്യറി ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും മുൻകാലങ്ങൾ, ഇപ്പൊ 1970s ഒരു ചരിത്രം ഞാൻ പറയാം. 1970s ഇന്ത്യയിലെ ജുഡീഷ്യറിയിലേക്ക് വലിയൊരു അറ്റാക്ക്, ഒരു അസോൾട്ട് ഉണ്ടായ കാലഘട്ടമാണ് 70s. അതിന്റെ അപ്പൊ 1970s ഒരിക്കലും ആദിൽ ബഷീർ Can others please mute? അപ്പൊ 1970s ഒരുപാട് അമെന്റ്മെന്റുകൾ വന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളൊക്കെ വന്നു. വല്ലാത്ത അട്രോഷ്യസ് അമെന്റ്മെന്റ്സ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഫക്ട് ചെയ്തു. നമ്മളെല്ലാം പഠിച്ച കേസുകളൊക്കെ. അപ്പോ ആ കേസിൽ നാനി പാൽക്കുവര വാദിച്ചപ്പോൾ നാനി പാൽക്കുവര പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവൺമെന്റിന് അൺബ്രിഡിൽഡ് പവർ ഫോർ അമെന്റ്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, അതായത് ഇന്ത്യൻ ഭരണഘടന അമെന്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിന് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഗവൺമെന്റ് അമെന്റ് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു അന്ന് നാനി പാൽക്കുവര പറഞ്ഞത്. അങ്ങനെയല്ല, എല്ലാം അമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ബേസിക് സ്ട്രക്ചർ തിയറി. എല്ലാം അമെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞ ഇതാണ്, 5 വർഷത്തേക്ക് പാർലമെന്റിലെ MP-മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. 5 വർഷം പാർലമെന്റിൽ ഇരിക്കുന്ന ആളുകൾ 5ാമത്തെ വർഷം തികയുന്ന സമയത്ത് ആ പാർലമെന്റിന്റെ ഭൂരിപക്ഷം ആളുകൾ ചേർന്നിട്ട് പറയാണ് 5 വർഷം എന്നത് നമുക്ക് 10 വർഷമാക്കി ഉയർത്താം. 10 വർഷമാക്കി ഉയർത്തും എന്ന് പറയുന്നത് ഈ 5 വർഷക്കാർ 10 വർഷത്തിലേക്ക് എത്തും. 10ാമത്തെ വർഷം എത്തുമ്പോൾ അവർ പറയുന്നു 10 വർഷം എന്നുള്ളത് നമ്മുടെ പാർലമെന്റ് MP-മാരുടെ പീരീഡ് 15 വർഷമായിട്ട് ഉയർത്താം. അമെന്റ് ചെയ്യാമല്ലോ, അമെന്റ്മെന്റ് ചെയ്യാമല്ലോ. ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നാനി പാൽക്കുവര ചോദിച്ചു. അപ്പൊ അതിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് ബേസിക് സ്ട്രക്ചർ ആണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇസ് എ ബേസിക് സ്ട്രക്ചർ. ഇത്തരം കാര്യങ്ങളിലെ ഒപ്രസീവ് ആയിട്ടുള്ള നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അന്നും അത് 6-5 ആ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ജനാധിപത്യം ജയിച്ചതെന്നുള്ളത്. അപ്പൊ അത്തരം കാലഘട്ടങ്ങൾ ഉണ്ടാറുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമുക്ക് വേദനയോടെ കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ജനറലി വി കനോട്ട് സേ ദാറ്റ് ജുഡീഷ്യറി ഈസ് ഇൻ ദ റോങ് ഡയറക്ഷൻ.
കാരണം എല്ലാ ജുഡീഷ്യറി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ 1-2 ജഡ്ജിമാരും അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ മാത്രമല്ല, അതിലും മെച്ചപ്പെട്ട ചിന്തകളുള്ള, മെച്ചപ്പെട്ട ഉത്തരവാദിത്വത്തോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇതിനെയൊക്കെ ജഡ്ജ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നോളജ് എങ്കിലും നമുക്ക് വേണ്ടേ, പ്രോപ്പറായിട്ട് അതിന്റെ റീസണിങ് പ്രോപ്പറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ജനസമൂഹം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ആ ക്രിറ്റിസിസത്തിന് മുമ്പിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് തരിക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഇനി അവസാനമായിട്ട് ഇതില് +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഡൗട്ട്സ് ചോദിക്കാം, എന്തെങ്കിലും അതുപോലെ തന്നെ ഓഡിയൻസിനും ചോദിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് കുട്ടപ്പിയാണ്. ഇപ്പൊ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ പല സ്ട്രീമിലുണ്ട്, സയൻസിലുണ്ടാവും, കൊമേഴ്സിലുണ്ടാവും, ഹ്യൂമാനിറ്റീസിലുണ്ടാവും. അവര് എത്രത്തോളം ഈ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കണം, അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് സാറിന് എന്ത് മെസ്സേജാണ്? കേൾക്കാമോ? ഞാൻ പറയും. ഹലോ, എന്റെ സൗണ്ട് ഓഡിബിൾ ആണോ? അപ്പൊ ഇത് ലോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഞാനൊരു സയൻസ് സ്ട്രീമിൽ നിന്നും ലോയിലേക്ക് ഓപ്റ്റ് ചെയ്ത ഒരാളാണ്. സയൻസ് സ്ട്രീമിലായിരുന്നു, ഞാൻ ബോട്ടണി ആയിരുന്നു എന്റെ ഡിഗ്രി. ഞാൻ ലോയിലേക്ക് വന്നതാണ്. ലോയുടെ ഒരു പ്രത്യേകത ഏത് സ്ട്രീമിൽ നിന്ന് വന്നവർക്കും എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, മുൻകാലങ്ങളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാര്യമായി പഠിക്കേണ്ടിയിരുന്നില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു 1990-കളിലൊക്കെ നിയമപഠനത്തെ സംബന്ധിച്ചു. എന്നാൽ കോളേജിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്കൂറെങ്കിലും ജോലി എടുക്കാതെ, പണിയെടുക്കാതെ പഠിക്കുന്ന ഒരു ഇൻട്രസ്റ്റും ഒരു പാഷനുമായിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ അതിനുശേഷമാണ് പഠനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതായത് ഞാൻ പറഞ്ഞ ലോയിൽ 1000 സ്റ്റാറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ 1000 സ്റ്റാറ്റ്യൂട്ട് പഠിക്കേണ്ടതില്ല. ആ 1000 സ്റ്റാറ്റ്യൂട്ടും ഉപയോഗിക്കാൻ നമ്മൾ അറിഞ്ഞാൽ മതി. എവിടെയാണ് കിടക്കുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നം ഏത് നിയമത്തിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ നിയമം നോക്കുക. ആ നിയമത്തിലെ ഏത് പ്രൊവിഷനിലൂടെ പരിഹരിക്കേണ്ടതെന്ന് അതിലേക്ക് നോക്കുക. അപ്പൊ ലോ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന പഠനമാണ് യഥാർത്ഥ പഠനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കറിയാം, എല്ലാം പഠിച്ച് കാണാതെ IPCയുടെ എല്ലാ പ്രൊവിഷൻസും എല്ലാ സെക്ഷൻസും കാണാതെ പഠിക്കലൊന്നും അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ കാണാതെ പഠിക്കലൊന്നും അല്ല നിയമം. അപ്പൊ നിയമം എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോറേഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും സാധിക്കും. ഒരു കാര്യം ഞാൻ പറയാം, മറ്റേത് പ്രൊഫഷനെക്കാട്ടും പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക്, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫിനാൻഷ്യലിയും ബെറ്റർ പ്രൊഫഷനാണ്. നമുക്കൊരു ഒരു പാഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഇല്ല. അതിലേക്ക് കടന്നു വരുന്നതിന് ഒന്നും പേടിക്കേണ്ട, ഒറ്റ കാര്യമുള്ളൂ, പഠിക്കാൻ തയ്യാറാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരു ഫീൽഡ് ഇല്ല എന്നാണ്. താങ്ക്സ് a lot. ഇനി ഓഡിയൻസിന് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഇപ്പൊ ഇവിടെ ഫ്രീ ആണ്, അപ്പോ നിങ്ങളുടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. താങ്ക്സ് മാറൂഫ്. സർ, ഷാ സാർ, ഇത് നാസറാണ്. ഇന്ത്യയിലെ ലോ പ്രാക്ടീസ് എന്നുള്ളതിനപ്പുറത്ത് ഇന്റർനാഷണലി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും ഒരു എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും ഹയർ സ്റ്റഡീസിനുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയോ സർ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഇപ്പൊ ഞാൻ എന്റെ മകൻ എന്നോട് ചോദിച്ചു, എന്റെ മകൻ 10th പഠിക്കുന്നു. അയാൾ ചോദിച്ചത് എനിക്ക് അമേരിക്കയില് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് പോകേണ്ടത്, എനിക്ക് അവിടെ നിന്ന് ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ലോ പഠിച്ചാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും? ഒരു വ്യത്യാസവുമില്ല. ലോകത്ത് എവിടെയും ഞാൻ പറഞ്ഞ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ പോയാൽ കാനഡയിലോ അമേരിക്കയിലോ ചെന്ന് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ഇപ്പൊ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറെ സംബന്ധിച്ച്. നമ്മുടെ ഇപ്പൊ എത്രയോ ആളുകൾ കേരള ഹൈക്കോടതിയിൽ തന്നെ എത്രയോ ആളുകൾ ഓക്സ്ഫോർഡ് പഠിച്ചു വന്ന പ്രാക്ടീസ് ഇവിടെ ഡിഗ്രി കഴിഞ്ഞ് LLBക്ക് പോയി, LLMന് പോയവരും PhDക്ക് പോയവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇംഗ്ലണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നിയമം പഠിച്ചിട്ട് പോയ ഒരാൾക്ക് ബ്രിട്ടനിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അത് മറ്റെല്ലാ പ്രൊഫഷനെക്കാട്ടിലും നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം തന്നെ നമുക്ക് അവിടെ ഗുണകരമാണ്. പിന്നെ നാഷണൽ ലോ സ്കൂൾ പോലെയുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള പ്രമുഖമായ സ്ഥാപനങ്ങളിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ക്യാമ്പസ് സെലക്ഷനിലൂടെ ഉണ്ടാകുന്ന പ്ലേസ്മെന്റ്സും ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്സും ഉണ്ടാകുന്നുണ്ട്. ഇവർക്കൊക്കെ അത്രയും പ്ലേസ്മെന്റുകൾക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ എല്ലാ മേജേഴ്സ്, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, അതിലൊക്കെ വരുന്ന ഹയർ പൊസിഷൻസിലൊക്കെ ലോ ഗ്രാജുവേറ്റ്സിനെ ക്യാമ്പസിന് സെലക്ട് ചെയ്ത് പോകുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടെന്ന് തന്നെയാണ്.
താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാർ ലോ സ്റ്റഡിങ് പിന്നെ ജുഡീഷ്യറി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ജോബിലേക്കുള്ള സ്കോപ്പ് ഉണ്ടോ? നിയമം ആരാ സംസാരിക്കുന്ന പേരെന്ന് പറഞ്ഞേ? നാദിയ. നാദിയ. പ്ലസ് ടു സ്റ്റുഡന്റ് ആണ്, ഹ്യൂമാനിറ്റീസ്. നാദിയ, പിന്നെ നമ്മൾ നിയമം പഠിക്കുന്നത് പിന്നെ ജുഡീഷ്യറിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കേസ് നടത്താൻ മാത്രമല്ല, അതിനുവേണ്ടി മാത്രമല്ല, അല്ലെ ജുഡീഷ്യറിൽ ഒരു മജിസ്ട്രേറ്റ് ആകാനോ ഒരു ജഡ്ജി ആകാനോ വേണ്ടിയല്ല. അങ്ങനെയും ആകാം എന്ന് മാത്രമേ. എന്നാൽ അതിനെക്കാട്ടിലും അധികം ഒരുപാട് എല്ലാ കോർപ്പറേറ്റ് മേഖലയിലും എല്ലാ സ്ഥാപനങ്ങളിലും ലോ ഗ്രാജുവേഷനുള്ള എല്ലാ അപ്പോയിന്റ്മെന്റ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. നിർബന്ധമാണ് അവർക്ക്. ഇപ്പൊ ഹയർ ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ ഒരുപാട് കമ്പനികളുടെ കേസിൽ ഞാൻ നടത്തുന്നു. അവിടുത്തെ ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വൈസ് പ്രസിഡന്റ് റാങ്കിലുള്ള കോർപ്പറേറ്റ് കമ്പനി ഓഫീഷ്യൽസ് ഒക്കെ ലോ ഗ്രാജുവേറ്റ്സ് ആണ്. കാരണം അവർ വലിയ അക്വിസിഷൻസിനൊക്കെ വേണ്ടി പോകുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ പ്രൊമോഷൻ വരെ ഈ ലോ വളരെ മാൻഡേറ്ററി ആയിട്ട് MBA ഹോൾഡേഴ്സ് ആയിരിക്കും അവർ പോകുന്നത്. അതിനോടൊപ്പം അവർ ലോയിൽ കൂടെ എടുത്തു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി വളരെ വലുത് കൂടുതലാണ്. മറ്റു പലതിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട. ഇപ്പൊ നല്ല കോളേജ്, ഇപ്പൊ ഇവരെടുക്കുന്ന മൗഫൊക്കെ എടുക്കുന്ന മിഷനിലൂടെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നതോടുകൂടി തന്നെ ഒരു എംപ്ലോയ്മെന്റിലേക്ക് നമ്മൾ നീങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, വലിയ സ്ഥാപനങ്ങളിൽ നിന്നാണ്. സാർ, എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഞാൻ അബുദാബി എന്ന്. പിന്നെ എനിക്കൊരു സംശയമില്ല, നമ്മുടെ ലോ കോളേജുകളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കുമ്പോൾ അതിന്റെ റാങ്കിങ്ങിൽ പെടുന്ന ഒരു ഫസ്റ്റ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് ഒന്നറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പക്ഷേ എന്നെക്കാട്ടിലും മറൂഫ് ആയിരിക്കും പഠിച്ചത്. നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് കാണാവുന്ന നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ആണ്. പിന്നെ ഞങ്ങളുടെ ബാർ കൗൺസിലിന്റെ കീഴിലുള്ള ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നുവാൽസ് വളരെ പ്രസ്റ്റീജിയസ് ആണ് ഇവിടെ കേരളത്തിൽ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി വളരെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ പല അതൊക്കെ ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്താൽ ഇവർ അതിനകത്ത് റിസർച്ച് ഓരോന്നിന്റെ ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡിങ് അനുസരിച്ചിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏതാണെന്ന് നോക്കിയാൽ ബാംഗ്ലൂർ എനിക്കറിയാം. ബാംഗ്ലൂർ ഞാൻ അവിടെ കഴിഞ്ഞ തവണത്തെ പാസ് ഔട്ടിന്റെ സെറമണിക്ക് ഞാൻ പോയതാണ് അവിടെ ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂളിൽ ബാർ കൗൺസിൽ മെമ്പർ എന്നുള്ള കപ്പാസിറ്റി. അപ്പൊ അവിടെ ഒരു ദിവസം അവിടെ ഞാൻ നിന്നതാണ്. പക്ഷെ നല്ല ക്യാമ്പസ്, നല്ല തരം സെലക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഈസ് ഓക്കെ. ഡൽഹി എനിക്കറിയില്ല. അത് നമ്മുടെ മൗറൂഫിനോടൊക്കെ സംസാരിച്ചാൽ അവർ അതിന്റെ കുറച്ചുകൂടി ഇൻപുട്സ് നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷേ ഈ സെലക്ഷൻ പ്രോസസ് അറിയാലോ, അത് അവർ പറഞ്ഞു തരും. എങ്ങനെയാണ് ഈ എക്സാമിനേഷന്റെ പ്രോസസ്സിൽ നമ്മുടെ റാങ്ക് എവിടെയാണ് എന്നനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കോളേജിന്റെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ അത്തരം എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇതാണ് ഇവരിപ്പോൾ തരാൻ പോകുന്നത്. അതിലൂടെ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് തീരുമാനിക്കുകയും ചെയ്യും. അതൊക്കെ ഇവരുടെ ഈ കോച്ചിങ്ങിലൂടെ അവർ ആ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഇൻപുട്സ് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. നാഷണൽ ബാംഗ്ലൂരിലുള്ള അഡ്വക്കേറ്റ് അത്തീന സോളമൻ ഉണ്ട് ഇവിടെ. നമുക്ക് അവരുടെ സെഷൻ വരുമ്പോൾ ചോദിക്കാം ആ കാര്യങ്ങൾ. സാർ, ഞാൻ ഹനീനാണ്. ഈ അഡ്വക്കറ്റും ലോയറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല ഹനീന. അഡ്വക്കേറ്റും ലോയറും രണ്ട് വാക്കുകളാണ് മാത്രം. ഒരു വ്യത്യാസവും. ഓക്കെ, അപ്പോ സർ താങ്ക് യു സർ. താങ്ക് യു ലോട്ട് ഫോർ യുവർ ടൈം സ്പെൻഡിങ് ഹിയർ. ഞാൻ കുറച്ച് നേരത്തെ എനിക്ക് 8 o'clock ഒരു ചെറിയൊരു ഫംഗ്ഷൻ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പോകുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ ഫൈൻ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. 10 to 15 minutes ആയിരുന്നു പറഞ്ഞത്. അതിൽ അതിൽ സർ കേൾക്കാമോ? അതിൽ ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. സാറ് സുഖില്ലേ സാറ്? കുറച്ച് നാളായി കണ്ടിട്ട്. ഞാൻ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന്റെയും പിന്നെ എന്താ പറഞ്ഞ NRCയുടെയും സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് റിസർച്ചിൽ ഞാനും ആദിലും ഒക്കെ ഒരുപാട് ഒന്നിച്ചിരുന്നതാണ്. അതിനുശേഷം പാൻഡമിക് ആയിട്ട് സുപ്രീം കോടതിനെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നൈസ് മീറ്റ്. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പൊ നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് പോവാം. നമ്മളെ കീനോട്ട് സ്പീക്കറായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ആദിൽ സാറിനെയാണ്. അപ്പൊ ആദിൽ ഖാനെ ഇപ്പൊ എല്ലാവർക്കും ഡൽഹിയിലുള്ള അധികം ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതില് ജാമിയ ഇസ്ലാമിയ എന്ന 5 year LLB കോഴ്സ് കഴിഞ്ഞതാണ്.
അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള HC ആർത്തർ ഫെലോഷിപ്പിന്റെ ഫെലോ ആണ് ഈ വർഷത്തെ. അതുപോലെ തന്നെ മുഡ്കോട്ടിലൊക്കെ സ്വിറ്റ്സർലാൻഡ് ജനീവയിലൊക്കെ ഒരുപാട് തവണ അദ്ദേഹം പോയിട്ടുണ്ട്. ലാസ്റ്റ് പോയിട്ടുള്ളത് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അഡ്ജുഡിക്കേറ്റർ ഒക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്, അതും അവരുടെ പ്രത്യേക ഇൻവിറ്റേഷനിലുള്ളതൊക്കെ. അപ്പൊ നമുക്ക് അത്രയും നല്ലൊരു സ്കോളറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ സാറിന്റെ അണ്ടറിൽ. അപ്പോ ആദിൽ സാറ് കൃത്യമായിട്ട് ലോ പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പോഷർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആദിൽ സാർ ഇപ്പൊ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോ അതിൽ ഞാൻ ഓഡിബിൾ ആണോ? ഞാന് ഒരു 2-3 ലൈക്ക് ഞാൻ ആദ്യം മറൂഫിനെയും പാരസ് അക്കാഡമിനെയും ആദ്യം നന്ദി അർപ്പിക്കാണ്. കാരണം ഇതൊരു മിഷനാണ്. ലൈക്ക് ഇൻ ദ കോൺടെസ്റ്റ് ഞാനൊക്കെ 2014 ക്ലാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് നാട്ടിൽ ചെന്നിട്ട് ക്ലാറ്റ് എക്സാം എഴുതാനാണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് ക്ലാറ്റ് എന്ന രീതിയിൽ. പക്ഷെ ഇന്ന് ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, മറൂഫ് തുടങ്ങി വെച്ചത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ലൈക്ക് ഇന്ന് നമ്മളെ പ്രമുഖമായ ലോ കോളേജുകളും NLUസോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലോ കോളേജസോ അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് സിംബോയ്സസ് പോലെ കോളേജിൽ നോക്കിയാൽ മലയാളികൾ എത്ര ലോയേഴ്സ് ഇവിടെ വരുന്നുണ്ട് ചോദിച്ചാൽ ഭയങ്കര ചുരുക്കമായി കുറച്ച് പേരുണ്ടാവുള്ളൂ. അപ്പം അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു മിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ 2-3 രീതിയിൽ ഒരു 2-3 സെക്ഷനിലായിട്ട് ഞാൻ സംസാരിക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ക്ലാറ്റ് എന്താണ്, വാട്ട് ഈസ് ക്ലാറ്റ്, എന്താ അതിന്റെ ബേസിക് ഐഡിയ എന്താണ്, ആ ഒരു ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. സെക്കൻഡ്ലി ഐ വിൽ ജസ്റ്റ് ഗോ ടു ദാറ്റ് what are the opportunities that you have in your hand when you study law, what are the imminent law opportunity that you have when you go for the law national universities or any other institution. മൂന്നാമത്തെ ജസ്റ്റ് ഞാൻ പറയാം എന്താണ് ലോ കോളേജ് ചേർന്നാല് അല്ലെങ്കിൽ വെൻ യു എൻ്റർ ഇൻ ടു ലോ കോളേജ് വാട്ട് ഇസ് എന്താണ് അതിന്റെ ഉള്ളിലെ സ്ട്രഗിൾ, അല്ലെ എന്താണ് ലൈക്ക് എന്നെ സംബന്ധിച്ചോളം ലോ കോളേജ് കയറുന്നത് ഈസിയാണ്. ബട്ട് വെൻ യു ഇൻ ടു ലോ കോളേജ് ആ സമയത്തുള്ള എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു ദാറ്റ് ഡിഫൈൻ in terms of your opportunities or your career prospect. So ആദ്യം ഞാൻ ക്ലാറ്റിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. ഇപ്പൊ ക്ലാറ്റ് ലൈക്ക് പല നാഷണൽ എക്സാംസ് അല്ലെ IIT പോലെ അല്ലെങ്കിൽ നീറ്റ് പോലെയുള്ള എക്സാംസിനെ കാട്ടി എത്രയോ ഈസിയാണ് ക്ലാറ്റ്. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ചെറിയ ശബ്ദം കേൾക്കുന്നു. സോ ആദ്യം ഓർക്കേണ്ട കാര്യം പറഞ്ഞാല് ക്ലാറ്റ് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയ ഒരു എക്സാം ആണ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി, യു ഡോണ്ട് ഹാവ് ടു വർക്ക് ലൈക്ക് ഇൻ നീറ്റോ IIT GA പോലത്തെ ഭയങ്കര ടഫായ ഒരു എക്സാം ഒന്നല്ല. സോ ഈ ക്ലാറ്റിന്റെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ലൈക്ക് ഇഫ് യു ഹാവ് എ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡിങ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു എക്സാംസ് അത്യാവശ്യം ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസോ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ ക്രാക്ക് ദ എക്സാം വിത്തിൻ 1 year. ഒരു ഇയറിന് പ്രോപ്പർ ആയി പഠിച്ചാലും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലാറ്റിന്റെ ഒരു ബേസിക് പറഞ്ഞാൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക, അത് 5 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലാറ്റിൽ പറയുന്നത് ദ എബിലിറ്റി ടു ക്രാക്ക് ആൻസേഴ്സ് ഇൻ ദ ലൈക്ക് ഏറ്റവും ടൈം എഫിഷ്യന്റ് ആയിട്ട് ക്രാക്ക് എക്സാംസ് മാർക്കിന് എങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് 200 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂറിനുള്ളിൽ എത്ര എഫിഷ്യന്റ് ആയിട്ട് അതിനെ ഏറ്റവും പെട്ടെന്ന് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നു, അതിന്റെ ഒരു ട്രിക്കാണ് ബേസിക്കലി ക്ലാറ്റ് ഉള്ളത്. അത് ഞാൻ അതിനുള്ള കൂടുതൽ പോകുന്നില്ല. ഞാൻ ഇപ്പൊ ക്ലാറ്റിന് ശരിക്കും എന്താ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഒരുപാട് നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ലൈക്ക് എല്ലാ സ്റ്റേറ്റിനും ഓരോ നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒരു റോഡ് മാപ്പ് എന്ന് ഉദ്ദേശിച്ചാല് ലൈക്ക് യു ഷുഡ് ടാർഗറ്റ് ഫോർ ദ top 8 law colleges. ഒരു top 8 law collegesലാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ആ top 8 law colleges കിട്ടിയിട്ടില്ലെങ്കിൽ then you should go for ജാമിയ മില്ലിയ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സിംബിയോസിസ്. കാരണം ബാക്കിയുള്ള നാഷണൽ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞ പ്രത്യേകിച്ച് തമിഴ്നാടു അല്ലെങ്കിൽ ഇങ്ങനത്തെ നാഷണൽ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞാല് ഇപ്പൊ നേരെ ഉണ്ടായ നാഷണൽ യൂണിവേഴ്സിറ്റീസ് അവർക്ക് അതിനത്ര റിസോഴ്സസോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് it is better that you go for top 8 national universities. അതായത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗുജറാത്ത്, ഡൽഹി,
പഞ്ചാബ്, കൽക്കട്ട, പിന്നെ കേരള, കൊച്ചി ഉണ്ട്. അപ്പൊ ഈ 8 നാഷണൽ യൂണിവേഴ്സിറ്റീസിൽ റാങ്ക് വൈ കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ജോയിൻ ദർ. അല്ലെങ്കിൽ അതിനുശേഷം ഈ ജാമിയ അല്ലെങ്കിൽ സിംബോസിസ് കോളേജ് അല്ലെങ്കിൽ MIT, ഡൽഹി MIT, ഇങ്ങനത്തെ ജിൻഡൽ, ഇങ്ങനത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പ്രൈവറ്റ് കോളേജുകളോ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ എക്സിസ്റ്റ് ചെയ്യുന്നത് സിറ്റികളിലാണ്. ഇപ്പൊ സിറ്റിയിലുള്ള ഒരു ഗുണം പറഞ്ഞാല് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ റിസോഴ്സസ്, മോർ അക്സസ് ടു ദ ലോയേഴ്സ്, മോർ അക്സസ് ടു ദ റിസോഴ്സസ്, ബിക്കോസ് ഇറ്റ് സ്റ്റേസ് ഇൻ സിറ്റി. ഈ പല നാഷണൽ യൂണിവേഴ്സിറ്റീസും വിട്ടുവെച്ചാൽ ഓലൊക്കെ പല സിറ്റികളിൽ വിട്ടിട്ടാണ്. സോ ഞാൻ പറഞ്ഞ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുമ്പോൾ യു ഷുഡ് നീഡ് എ ക്ലിയർ പിക്ചർ വെർ യു ഹാവ് ടു ഗോ എന്നുള്ള സാധനം. ഞാൻ രണ്ടാമത്തെ ഒരു സെക്ഷനിലോട്ട് കയറാണ്. ലൈക്ക് വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ഹാവ് വെൻ യു ലേൺ ലോ? ദാറ്റ് ഇസ് വൺ ബിഗ് ക്വസ്റ്റ്യൻ. ലൈക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2014 ലോ എടുക്കാന്ന് പറഞ്ഞപ്പം മെനി പീപ്പിൾ സ്റ്റാർട്ട് ടെലിംഗ് ടു മീ ലൈക്ക് നാട്ടിൽ ഒരുപാട് പേര് പറയും ലോയർ ആണ് എന്തിനാണെന്നാണ് പറയേണ്ട, ജോലിയല്ല എന്ന് ചോദിക്കും. അപ്പൊ അന്ന് ലൈക്ക് എനിക്കതിനുള്ള ഉത്തരം അറിയില്ലായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ലൈക്ക് ഇഫ് യു സ്റ്റാർട്ട് എക്സാമിനിങ്, ലൈക്ക് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു 60-70 കൊല്ലം രാഷ്ട്രം ഇൻഡിപെൻഡന്റ് ആയിട്ട്, ലൈക്ക് ഇപ്പൊ ഇവിടുത്തെ റിയാലിറ്റി അല്ല. നിങ്ങളൊരു പോലീസുകാരനെ വന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒരു പട്ടാളക്കാരന് വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്ന സിറ്റുവേഷൻ ഇല്ല. അത് പല രാഷ്ട്രങ്ങളിലും ഉണ്ട്, പല ഓട്ടോക്രാറ്റിക് ആയ പല ഡിക്റ്റേറ്റർ ആയ രാഷ്ട്രങ്ങളിലും ഉണ്ട്. എന്താണ് ആ രാഷ്ട്രങ്ങളിലും നമ്മുടെ രാഷ്ട്രങ്ങളിലും വ്യത്യാസം എന്ന് നോക്കുമ്പോൾ it has a huge role impact by the lawyers like Nehru Aate, Ambedkar Aate. They had a vision about what will be the constitution and what will be the reality of the future generation എന്നുള്ള സാധനം. സോ അത് അങ്ങനത്തെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടായ ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലെ ലീഗൽ സിസ്റ്റം. സോ ഇറ്റ് ഇൻസ്പയർസ് ലൈക്ക് നമ്മളോട് ആരെയും പറയുകയാണെങ്കിൽ ലോയർ നോണ പറയുന്ന ജോബ് എന്ന് പറയുമ്പോൾ റൈറ്റ് നൗ ഐ ഹാവ് എ ആൻസർ ഫോർ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ശരിക്കും എന്താണ് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് നോക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു ജോബ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാഷണൽ യൂണിവേഴ്സിറ്റീസ് കയറിയാൽ ഓൾമോസ്റ്റ് 90% പ്ലേസ്മെന്റ് തന്നെ വിൽ ബി പ്ലേസ്മെന്റ്. അതായത് 90% സ്റ്റുഡൻസ് പോലും ഒരു പ്ലേസ്മെന്റ് ചെയ്യും. അതായത് കോളേജ് കഴിയുമ്പോൾ തന്നെ പല ഫേംസോ, ലോ ഫേംസോ അല്ലെങ്കിൽ പല കോർപ്പറേറ്റ് ഫേംസ് വന്നിട്ട് പ്ലേസ്മെന്റ് ചെയ്യും. അതായത് ഓല ഫേംസിലോട്ട് റിക്രൂട്ട് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടോപ്പ് 8 ലോ കോളേജസ് 90%ഓളം പ്ലേസ്മെന്റ് ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. ലൈക്ക് പണ്ട് ഒരു ലോ പറയുമ്പോൾ ലൈക്ക് യു ഹാവ് ടു ഗോ ടു പ്രാക്ടീസ്, യു ഹാവ് ടു ബിൽഡ് യുവർ ഓൺ ക്ലൈം ബേസസ്, യു ഹാവ് ടു ബിൽഡ് നിങ്ങളുടേതായ ഒരു കുറെ കാലം ഒരു അഡ്വക്കേറ്റിന്റെ അടിയിൽ നിന്നിട്ട് വർക്ക് ചെയ്തോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയായി. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഒരു ജോബ് പെർസ്പെക്റ്റീവ്, മണി ഓറിയന്റഡ് ആയ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് സെക്ടർ തന്നെ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ്. സിറ്റികളായ മുംബൈ, ഡൽഹിയിലൊക്കെ ഇപ്പോ ഈവൻ കോർപ്പറേറ്റ് സെക്ടർ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിന് പ്രത്യേക ലോ ഫേംസ് അല്ലെങ്കിൽ ടാക്സേഷന് മാത്രം സെപ്പറേറ്റ് ലോ ഫേംസ്. സോ ഓരോന്നിനും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ലീഗൽ ടീമും ലീഗൽ ലോയേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ there is a huge diversification കോർപ്പറേറ്റ് സെക്ടറിൽ. അതല്ലാണ്ട് തന്നെ ഈവൻ ലിറ്റിഗേഷൻ, സിവിൽ ആകട്ടെ ക്രിമിനൽ ആകട്ടെ, ലൈക്ക് ഇഫ് യു ആർ ഏബിൾ ടു ബിൽഡ് സ്കിൽ അ ലോട്ട്, പെട്ടെന്ന് തന്നെ യു വിൽ ബി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫീൽഡ്. ലൈക്ക് ഇന്നിപ്പോ ഹൈക്കോർട്ട് ആകട്ടെ സുപ്രീം കോർട്ട് ആകട്ടെ, there are a lot of lawyers who hire a great incoming lawyers if you have a good CV, if you have a good academic background, and that helps in you building, that helps. So the only important aspect is that whether you build the skill, whether you build the lawyer skill during the college or not. So അതല്ലാണ്ട് തന്നെ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കോർപ്പറേറ്റ് അല്ലാണ്ട് ലോയേഴ്സ് അല്ലാണ്ട് അതല്ലാണ്ട് ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. they do engage international lawyers, ഇന്റർനാഷണൽ ലോ പഠിക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതല്ലാണ്ട് അക്കാഡമിക്സ് ആയിട്ട് തിരിയുന്ന ഒരുപാട് പേരുണ്ട്. they go for LLM and PhD and they start researching their own factors. അതല്ലാണ്ട് ജുഡീഷ്യറി ഉണ്ട്, ജുഡീഷ്യറി എക്സാംസ് എഴുതി മജിസ്ട്രേറ്റ് ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. സോ there is a lot of diversified areas ഉണ്ട് ഇപ്പൊ ഈ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഒരു സിവിൽ ലോയറോ ക്രിമിനൽ ലോയർ എന്നുള്ള ഒരു ബൈനറിയിലല്ല, ഇറ്റ് ഹാസ് എക്സ്പാൻഡഡ് ഇൻ ടു എ ഹ്യൂജ് മാനർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഇപ്പോ
എന്തുകൊണ്ടാണ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ചേരേണ്ട ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രീമിയം ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ ചേരേണ്ട ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബിക്കോസ് പ്രൈമർലി ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫേഴ്സ് എ ലോട്ട് ഓഫ് റിസോഴ്സസ് ലൈക്ക് ഒരു ഓഫർ ലോട്ട് ഓഫ് റിസോഴ്സസ് എന്ന് കോൺടെസ്റ്റ് പറഞ്ഞാൽ ഇപ്പം ഒരു ലോയർ എന്നെ സംബന്ധിച്ചോളം ഒരു ലോ സ്കൂളിൽ ചേരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഇസ് ഈസി ടു എൻ്റർ ഇൻ ടു ലോ സ്കൂൾ. ഒരു ലോ സ്കൂളിൽ ചേർന്നതിന് ശേഷം അവിടെ കരിയർ ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും ടഫായ സാധനം. അതായത് യു വിൽ ഹാവ് ടു ഗോ ഫോർ എ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ, യു ഹാവ് ടു റൈറ്റ് റിസർച്ച് പേപ്പേഴ്സ്, യു ഹാവ് ടു ഡു ഇന്റേൺഷിപ്പ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോൺടെസ്റ്റിൽ നാഷണൽ യൂണിവേഴ്സിറ്റി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ദി പ്രൊവൈഡ് എൻവയോൺമെന്റ്, ദി പ്രൊവൈഡ് എ കൾച്ചർ. അതായത് നീ ഇപ്പൊ നിങ്ങൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ തന്നെ അവിടെയുള്ള ലൈബ്രറികൾ ഭയങ്കര വാസ്റ്റ് ആയ ലൈബ്രറി ആയിരിക്കും. അത് മാത്രമല്ല അവിടെ ഓരോ കമ്മിറ്റികളുണ്ട്, മൂഡ് കോർട്ട് കമ്മിറ്റി, ഡിബേറ്റ് കമ്മിറ്റി, ഓരോ കമ്മിറ്റികൾ ഉണ്ടാകും. സോ യു എൻ്റർ ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് കൾച്ചർ. അപ്പൊ തന്നെ ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ തന്നെ യു വിൽ തിങ്ക് ദാറ്റ് ഓക്കെ it is not just about studying law in exams. അതല്ല ഈ ഒരു ലോ സ്റ്റഡീസിന്റെ ഒരു പ്രൈമറി ആസ്പെക്ട്. അതല്ലാണ്ട് തന്നെ 5 കൊല്ലം യു വിൽ ബി എക്സ്പ്ലോറിങ് ത്രൂ ഔട്ട് ഹൗ ടു എൻഗേജ് വിത്ത് ദ ഡിഫറെന്റ് ആസ്പെക്ട് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. സോ ആ ഒരു എൻഗേജ്മെന്റ്, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 5 കൊല്ലം കോൺസ്റ്റന്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ് ശരിക്കും ഒരു ലോ സ്റ്റുഡന്റ് ഷേപ്പ് ചെയ്തിട്ട് അവന്റെ റാഷണൽ തിങ്കിങ് ഷേപ്പ് ചെയ്യുന്നത്. അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നാഷണൽ യൂണിവേഴ്സിറ്റിയും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് റിസോഴ്സസ്, ദേ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഫാക്കൽറ്റി. അതുകൊണ്ടാണ് വൈ ഡു എനിബഡി എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഫോർ ക്ലാറ്റ് ആൻഡ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഇറ്റ്സ് ഇൻഡീഡ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. അത് മാത്രമല്ല ഇപ്പോ എന്താണ് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ that like once you enter into law school, like once you get into some law school, let it be national universities കിട്ടിയിട്ടില്ലെങ്കിലും if you entered into a good law college, there is what you can do, like even if you don't get into national university, what you can do is that അവിടെ ഒരു 4-5 കൊല്ലം like you have to constantly engage with the moot court competitions, അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ആയിട്ട്, അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസും ഉണ്ട്. ഇതൊന്നും ജസ്റ്റ് ബ്രോഡ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ പല ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുക. ആ എൻഗേജ് ചെയ്യുമ്പോൾ ലൈക്ക് ഇൻ ദ പ്രോസസ്, ലൈക്ക് ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് എക്സ്പീരിയൻസ് ഓഫ് സം അതർ പീപ്പിൾ, ബട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞാൽ ലൈക്ക് once you reach second year or third year, like you will start understanding, okay, this is my area. like law പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. like it takes law ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഏരിയ ആണ്. അതായത് it has a lot of laws, lot of areas, it encompasses all the aspects of the life. പക്ഷെ ഇപ്പൊ ഈ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോൾ കൂടുതൽ ലോയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ലോ സ്റ്റുഡൻസ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ് ഓൺ സെർട്ടൻ ആസ്പെക്ട് ഓഫ് ലോ. അതായത് ഇപ്പൊ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ ചിലർ കോർപ്പറേറ്റ് ലോ റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യലൈസ്, ചിലർ ക്രിമിനൽ ലോ റിലേറ്റഡ് ആയി സ്പെഷ്യലൈസ് ചെയ്യും. സോ ദേ സ്പെഷ്യലൈസ് ഇൻ സെർട്ടൻ ഏരിയ. അപ്പൊ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ലൈക്ക് വൺസ് യു എൻ്റർ ഇൻ ടു ലോ സ്കൂൾ എല്ലാവരും വിചാരിക്കും എനിക്ക് എല്ലാം ചെയ്യണം എന്ന രീതിയിൽ. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡു എവറിത്തിങ്. സോ ചില സ്പെഷ്യലൈസേഷൻ അതിൽ ഹാപ്പൻ ചെയ്യും. ആ സ്പെഷ്യലൈസേഷൻ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്ത് അതിൽ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു ഫോർ യുവർ ഫ്യൂച്ചർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓർ കരിയർ പ്രോസ്പെക്ട്. സോ അതാണ് ഒരു ബ്രോഡായ സ്ട്രക്ചർ. ഇപ്പോ ഞാൻ അത് പറഞ്ഞ് നിർത്താണ് ബിക്കോസ് ഐ തിങ്ക് ലൈക്ക് ബാക്കിയുള്ളതെല്ലാം ഇറ്റ് ഇസ് ഭയങ്കര ലൈക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റാതായിരിക്കും, കാരണം കോളേജിൽ നടക്കുന്നത് ലോ സ്കൂളിൽ നടക്കണമായിരിക്കും. ബട്ട് ദ പ്രസന്റ് ടൈം വാട്ട് ഐ വാണ്ട് ടു സേ ദാറ്റ് ക്ലാറ്റ് എഴുതി ക്രാക്ക് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് യു ഹാവ് ടു എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യേണ്ടി വരും. ഒരു കൊല്ലെങ്കിലും ലൈക്ക് യു നീഡ് ടു എൻഗേജ് വിത്ത് ദ സബ്ജക്ട്. അത് കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ വർക്ക് ചെയ്ത് ക്രാക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ക്രാക്ക് ചെയ്ത് കിട്ടിയാൽ there are much better benefits than any other profession. അപ്പോൾ അത് മനസ്സിലാച്ചിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഫോർ ദ ക്ലാറ്റ്. അത് മാത്രമല്ല ചിലവർ ഈവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരെ ഒരു കൊല്ലം ബ്രേക്ക് എടുത്ത് ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഈവൻ ദാറ്റ് ഇസ് റൈറ്റ്. ലൈക്ക് ഒരു കൊല്ലം കൊണ്ട് തന്നെ പലരും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അറിയുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ദേ ക്രാക്ട് NLS ഓർ നാഷണൽ ലോ ഹൈദരാബാദ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ നോട്ട് എ ബിഗ് തിങ്. ഇറ്റ്സ് ഓൺലി അബൌട്ട് സെർട്ടൻ ആൻഡ് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു സിലബസും അല്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ സിലബസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സംതിങ് വിച്ച് യു ക്യാൻ അച്ചീവബിൾ. അതിന് ഇത്തിരി ഹാർഡ് വർക്കും ഇത്തിരി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വർക്കും മതി.
I think Barrister Academy will be able to provide you both in that context. ഓക്കെ, താങ്ക് യു അതിൽ. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട്സ്, ഇപ്പൊ നേരത്തെ സാറിനോട് ചോദിച്ചതുപോലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നല്ലൊരു ഐഡിയ ഉള്ള, ഇപ്പൊ കറന്റ്ലി സാറിനൊക്കെ കുറച്ചും കൂടി ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. സാർ പറഞ്ഞതുപോലെ കറന്റ്ലി ഏത് തരത്തിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഇപ്പൊ NLUസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാറ്റ് ത്രൂ ആണ് മറ്റുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നടത്തുന്നത്. NLU ഡൽഹി നടത്തുന്നത് വേറെ തന്നെ, NLU ഡൽഹിന്റെ ഒരു സെപ്പറേറ്റ് എക്സാം ഉണ്ട്. അപ്പോ അതുപോലെ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോ ആദിൽ സാറിനോട് ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോന്റെ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോ ചില ആളുകൾക്ക് ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും. അപ്പോ അതുപോലെ തന്നെ പിന്നെ കോർപ്പറേറ്റ് ഫേം, ലീഗൽ അഡ്വൈസേഴ്സ്, അതുപോലെ ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ സർവീസ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് എല്ലാം പിന്നെ 5 years പ്രോഗ്രാംസ് മാത്രമേ കൊടുക്കുള്ളൂ, 3 years പ്രോഗ്രാം കൊടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നതാണ്. ഫോർ എക്സാമ്പിൾ, അഥവാ ഒരു +2 കഴിയുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ എ 5 year കോഴ്സ്. അത് നാഷണൽ യൂണിവേഴ്സിറ്റീസും ബാക്കിയുള്ളവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അഥവാ ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇപ്പൊ മറൂഫ് പഠിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി ആണ്. അത് ബെസ്റ്റ് ആണ് ഇൻ 3 year കോഴ്സ്. അത് കഴിഞ്ഞ അലിഗഡ് യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ കുറച്ച് യൂണിവേഴ്സിറ്റീസ്, കാരണം ഇപ്പോഴത്തെ ഒരു സിലബസ് സ്ട്രക്ചർ അനുസരിച്ച് മോസ്റ്റ് ഓഫ് ദ ലോ കോളേജ് ദേ ഹാവ് വെന്റ് ഫ്രം 3 year കോഴ്സസ് ടു 5 year കോഴ്സ്. അതുകൊണ്ട് തന്നെ +2 സ്റ്റുഡൻസ് ആണെങ്കിൽ 5 year കോഴ്സ് ആണ് അവർക്ക് ബെസ്റ്റ്. ഇനി അഥവാ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് അലിഗഡ് യൂണിവേഴ്സിറ്റി, പിന്നെ ബനാറസ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റീസ് ആണ് 3 year കോഴ്സിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള സിലബസ്, അക്കാഡമിക് വർക്ക് നടത്തുന്നത്. സോ ആ ഒരു മോഡലില് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നാഷണൽ യൂണിവേഴ്സിറ്റീസിൽ ഇങ്ങനെയുള്ള 3 year കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, ട്രിവാൻഡ്രം ഒക്കെ അവൈലബിൾ ആണ് 3 year കോഴ്സ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് 45% ആൻഡ് അബോവ് മാർക്സ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നത്. അത് ജസ്റ്റ് ഡിഗ്രി ഉണ്ടായാൽ മതി. ഓക്കെ, വേറെ ഏതെങ്കിലും ഡൗട്ട്സ് തരത്തിലുള്ള ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിൽക്ക് താങ്ക്സ് അലോട്ട്. എനിക്ക് തോന്നുന്നത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അടുത്ത സ്പീക്കറിലേക്ക് പോവാണ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. അപ്പൊ അടുത്ത നമ്മള് റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് അഡ്വക്കേറ്റ് അത്തേന സോളമൻ ആണ്. അവര് കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് LLB കഴിഞ്ഞു, 5 year LLB കഴിഞ്ഞു. അതിനുശേഷം ബാംഗ്ലൂർ, NLU ബാംഗ്ലൂരിലാണ്, നാഷണൽ ലോ സ്കൂൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് LLM ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലൈസേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അപ്പോ അത്തേന സോളമനോട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള NLU ബാംഗ്ലൂരിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സ്പോഷറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ചോദിക്കാം. അഡ്വക്കേറ്റ് അത്തേന, അറിയത്? ഓക്കെ, കുറച്ച് വോയിസ് കുറച്ച് കുറവാണെന്ന്. ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് വന്നിട്ടുണ്ട്. എന്റെ പേര് അദീന എന്നാണ്. ഞാൻ ഇവര് പറഞ്ഞതുപോലെ തന്നെ ഞാൻ UG പഠിച്ചത് ഒരു ഗവൺമെന്റ് ലോ കോളേജിലായിരുന്നു. ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഞാൻ PG ആണ് പഠിച്ചത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ 2 കോളേജുകളുടെയും ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്റെ 5 കൊല്ലം +2 കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലം ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് ലോ കോളേജിലാണ്. അപ്പം ഞാൻ ഒരിക്കലും പറയില്ല ഗവൺമെന്റ് ലോ കോളേജുകൾ മോശമാണെന്ന്. പക്ഷേ എന്നാലും ഒരു സത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗവൺമെന്റ് ലോ കോളേജുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലോ ആസ്പെക്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ലോയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം ഗുണം ചെയ്യുന്ന എനിക്കറിയില്ല. കാരണം ഞാൻ
ലോയുടെ സീരിയസ്നെസ്സിനെ പറ്റി റിയലൈസ് ചെയ്തത് എന്റെ ഫൈനൽ ഇയറിലാണ്. അപ്പം എന്റെ ഫൈനൽ ഇയറിൽ തൊട്ടിട്ടാണ് പിന്നെ എന്തുകൊണ്ട് ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം എന്ന് ഞാൻ ആലോചിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ ആലോചിച്ചു തുടങ്ങി ആ സമയത്ത് ഞാൻ LLM എന്തായാലും ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ചെയ്യുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഈ 5 കൊല്ലം ഒരു ബേസും എനിക്ക് ലോയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. കാരണം നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. കാരണം അത്രയും അക്കാദമിക്കലി നമ്മൾ ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എന്റെ 5 ഇയറിൽ പോലും നിൽക്കുമ്പോണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ കേരളത്തിൽ മൊത്തം അന്വേഷിച്ചു, ഒരു കോച്ചിങ് സെന്ററിൽ ഉണ്ടോ LLM കോച്ചിങ് കൊടുക്കുന്ന ഒരു സെന്റർ ഉണ്ടോ എന്ന്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ വളരെയധികം റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ ഡൽഹിയിൽ ഒരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു, മാനസരോവർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ കണ്ടുപിടിച്ച് ഞാൻ ഡൽഹിയിലേക്ക് പോവുക ചെയ്തത്. എന്റെ LLB 5 വർഷം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ പോയി. അപ്പൊ അവിടുത്തെ 4 മാസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. കാരണം ലോ എന്താണെന്നും അത്രയും വാസ്റ്റ് ആയിട്ടാണ് പിന്നെ ലോ പഠിക്കേണ്ടതെന്നും എത്ര സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണമെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത് അവിടെ വെച്ചിട്ടാണ്. കാരണം എനിക്കൊരു അങ്ങനെ ഹലോ അദീന, ഹലോ ഹലോ ഓക്കെ, ഇപ്പോൾ ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പം ഞാൻ ഏത് ലോ കോളേജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ആണ്. കാരണം അവിടുത്തെ PGനെ പറ്റി ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം PGക്ക് കുറച്ചും കൂടെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവിടുത്തെ UG കുട്ടികൾക്ക് 100% ആണ് അവരുടെ പ്ലേസ്മെന്റ്. പലരും പ്ലേസ്മെന്റ് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതലായിട്ടും അബ്രോഡിലേക്ക് പോവുകയാണ് അവരുടെ PG പെർസ്യൂ ചെയ്യാനോ റിസർച്ച് ചെയ്യാനോ വേണ്ടി. ഞാൻ അവിടെ PG പഠിച്ച സമയത്ത് നാഷണൽ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഒറ്റ കുട്ടി പോലും എന്റെ കൂടെ PG പഠിച്ചിട്ടില്ല. കാരണം ഹലോ അപ്പം അത്രയും വളരെയധികം ഭയങ്കര സീരിയസും സ്റ്റുഡിയസും ആയിട്ടുള്ള സ്റ്റുഡന്റ്. മൊബൈൽ നമ്പർ കിട്ടിക്കല്ലേ? ഹലോ One minute, ഞാൻ മ്യൂട്ട് ചെയ്യാം. സോറി. ഓക്കെ. അപ്പം എന്തായാലും ഇപ്പൊ നിങ്ങളൊരു എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, നിങ്ങളിപ്പോ +2 കഴിഞ്ഞ കുട്ടികളാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി ക്ലാറ്റിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബെസ്റ്റ് നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക, അത് ക്രാക്ക് ചെയ്യുക. ഇപ്പം NLU ഡൽഹിയും അതുപോലെ തന്നെ വളരെ നല്ലൊരു കോളേജാണ് ലോ ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം. NLU ഡൽഹിന്റെ എക്സാം ഡിഫറെന്റ് ആണ്. AILET ആണ് എക്സാം. ക്ലാറ്റ് എക്സാമിലായ NLU ഡൽഹി വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു ലോ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മതി. ഏകദേശം ഇന്ത്യയിലുള്ള ടോപ്പ് ലോ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ വേറെ എൻട്രൻസുകളിലേക്കോ ഉള്ള അഡ്മിഷൻ കിട്ടാൻ നിങ്ങളെ അത് സഹായിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, എന്തോ ഭാഗ്യക്കേട് കൊണ്ടോ എന്തോ നിങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിൽ ആ ലോന്റെ വാതിലുകൾ ഒരിക്കലും അടയുന്നില്ല. നിങ്ങളൊരു ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിച്ചതെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന 5 വർഷം കൊണ്ട് നിങ്ങളെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഈ LLM കഴിഞ്ഞിട്ടും ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ 5 കൊല്ലം എന്ത് ചെയ്തു എന്നാ. പക്ഷെ ഞാൻ ഈ 5 കൊല്ലം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലൊക്കെ വളരെ എന്താ പറയുക, ഒരു മോശം അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ 5 കൊല്ലം ഏത് കോളേജിലാണ് നിങ്ങൾ എൻറോൾ ചെയ്യുന്നതെങ്കിൽ പോലും മാക്സിമം നിങ്ങൾ അവിടുത്തെ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക. നിങ്ങളുടെ ഇന്റേൺഷിപ്പുകളായിരിക്കും നിങ്ങളെ അവസാനം, നിങ്ങൾ ഒരു ലോ സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങളെ വിലയിരുത്താൻ പോകുന്നത് ഇന്റേൺഷിപ്പുകൾ, മൂഡ് കോർട്ട് പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഗവൺമെന്റ് ലോ കോളേജസിലെ ടീച്ചേഴ്സിന് നിങ്ങളെ ഈ രീതിയിൽ പിന്നെ പറഞ്ഞു തരാൻ ചിലപ്പോൾ അവർ പറഞ്ഞു തരില്ല, ചിലപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അവരെ യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങൾ അവരോട് ചോദിക്കണം. അങ്ങനെ ഏത് കോളേജിൽ പോയാലും ഈ 5 കൊല്ലം അല്ലെ 3 കൊല്ലം കൊണ്ട് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോന്റെ ഏത് ഇതിലേക്ക് വേണേലും പോകാം. അതുപോലെ തന്നെ ഹാർഡ് വർക്കും വളരെ സീരിയസ് ആയ ഒരു അപ്രോച്ച്.
അതിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അത്രയും സീരിയസ് ആയ അപ്രോച്ചും പാഷനും ഉള്ള ആൾക്കാർ മാത്രമേ ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഒരു പകുതി താല്പര്യം വെച്ചിട്ടോ ഒന്നും കയറേണ്ട ഒരു പ്രൊഫഷൻ അല്ല ഇത്. കാരണം അത്രയും നമ്മുടെ ഡെഡിക്കേഷൻ ഇതിന് ഭയങ്കര അത്യാവശ്യം. കാരണം ജീവിതകാലം മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, അത്രയും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അങ്ങനെ ഒരു പ്രൊഫഷനാണിത്. അപ്പം ഇത് നിങ്ങൾ തെരഞ്ഞെടുത്തത് വളരെ നന്നായി. ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിലാണ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഉണ്ട്. പ്രാക്ടീസിങ് മാത്രമൊന്നുമല്ല. ഇപ്പൊ സെബിയിൽ ലീഗൽ ഓഫീസേഴ്സിനെ നിയമിക്കുന്നുണ്ട്. IBPS നിങ്ങൾക്ക് എഴുതാം, ജുഡീഷ്യറിയിലേക്ക് നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ചേഴ്സ് ആവാം, സ്കോളേഴ്സ് ആവാം, അക്കാദമിക് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണിത്. അതുപോലെ പ്രാക്ടീസിംഗ് എന്ന് പറയുമ്പോൾ കൺവെൻഷണലായ പ്രാക്ടീസിംഗ് അല്ലാതെ പുതിയ മേഖലകളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആർബിട്രേഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതിന് പറ്റിയ ഒരു ലോ സ്കൂളുകളിലേക്കോ പ്രീമിയം ലോ കോളേജുകളിലേക്കോ നിങ്ങൾക്ക് കയറാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ലൈബ്രറികളുടെ കാര്യം പറഞ്ഞു. ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ലൈബ്രറികളുടെ പ്രവർത്തി സമയം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു സീരിയസ്നെസ്. അവിടെ രാവിലെ ഒരു 8 മണി മുതൽ പുലർച്ചെ 3 മണി വരെയാണ് ലൈബ്രറി ഓപ്പൺ ആയിട്ടുള്ളത്. അത്രയും നേരം അവിടെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നതും അത്രയും റിസോഴ്സസ് ഉള്ള അത്രയും വലിയ ലൈബ്രറികളാണ് ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹലോ, ഹലോ, ഞാൻ ചോദിക്കാൻ വിചാരിച്ചാല് ഈ ഏത് ഡിഗ്രിയാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് LLB എടുക്കുമ്പോൾ ഏത് ഡിഗ്രിയാണ് നല്ലതായി സൂട്ട് ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിഗ്രി, ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് LLB പർസ്യൂ ചെയ്യാം. അതിനൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് LLB എടുക്കാൻ വന്ന ഒരാളാണ്. നിങ്ങൾ ഏത് ഡിഗ്രി ആണെങ്കിലും അത് ഒരു പ്രശ്നവുമില്ല. ഈ ഡിഗ്രിയാണ് മോർ സ്യൂട്ടബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ്. പിന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ പൊളിറ്റിക്കൽ സയൻസോ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുള്ള സംഭവം പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ അതൊരു എളുപ്പമായിരിക്കാം. അല്ലാതെ വേറെ കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ഏത് ഡിഗ്രി ആയാലും പ്രശ്നമല്ല. ബാരിസ്റ്റേഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ 3 ഇയർ LLBക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടുന്നതാണ്. അതെ, ബാരിസ്റ്റേഴ്സ് അക്കാദമിയിൽ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യും. കാരണം എനിക്കൊന്നും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ വരുന്നത്. അവരെ ഞാൻ വളരെ നന്നായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഞാനൊന്നും പഠിച്ച സമയത്ത് ഞാനൊക്കെ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വളരെ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഹലോ മാഡം, ഇത് ഇപ്പോ ഗവൺമെന്റ് ലോ കോളേജ് പഠിച്ച ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് മാഡം പറഞ്ഞല്ലോ. അത് നല്ലോണം ഒരു സ്കില്ല് കിട്ടുന്നില്ലേ അവിടുന്ന്? അതെന്താ അവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല അവിടെ മെയിൻ ആയിട്ടുള്ളത്. അവിടെ വേറെ പല ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരാം. ചിലപ്പോൾ പൊളിറ്റിക്സ് ഒക്കെ നല്ലതാണ്, പൊളിറ്റിക്സ് എല്ലാം ഞാൻ പറഞ്ഞില്ല, വളരെയധികം പൊളിറ്റിക്സ് ഉണ്ട്. ക്ലാസ്സസ് മര്യാദയ്ക്ക് നടക്കില്ല. പിന്നെ നമ്മൾ അവിടെ എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ആ ലെവലിലേക്കാണ് പോകുന്നത്. ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കയറുമ്പോൾ ആ ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വാളിറ്റിയോ ഒന്നും നമ്മളൊരു ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇൻകേസ് നിങ്ങൾ അവിടെ കയറി പോയി എന്ന് വിചാരിച്ചു അതൊരു നഷ്ടമായിട്ട് ഞാൻ പറയില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ അവിടെ എങ്ങനെ നിങ്ങളെ മോൾഡ് ചെയ്യുന്നു, നിങ്ങളുടെ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് ഒരു 90% ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഗവൺമെന്റ് കോളേജുകളിൽ പോയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. നിങ്ങൾ ഇത്രയും സീരിയസ് ആണ് ഈ ലോ പ്രൊഫഷനിലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കേണ്ടി വരും. നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വളരെ എക്സ്പേർട്ട് ആയിട്ട് ആയിരിക്കണം. കാരണം ഈ നോർത്ത് ഇന്ത്യയിലെ കുട്ടികളുടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണത്, നമ്മൾ അത്ര കോമ്പറ്റീറ്റീവ് അല്ല, നമ്മൾ അത്ര സീരിയസ് അല്ല ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഈ
എന്റെ കൂടെ പഠിച്ചത്, എന്റെ ബാച്ചിൽ LLM പഠിച്ചത് ഞാൻ മാത്രമേ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് നമുക്ക് ആ ഇതിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. മാത്രമല്ല ഇവിടെ അത്ര കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലെന്നാലും, പിന്നെ എന്താ പറയാ, അത്ര കോമ്പറ്റീറ്റീവ് അല്ല നമ്മളാരും. അപ്പോൾ അത്രയും കോമ്പറ്റീറ്റീവ് ആയ ആൾക്കാരോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മത്സരിച്ച് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇപ്പൊ നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ അത്രയും സ്റ്റുഡിയസും വളരെ സീരിയസ് ആയ സ്റ്റുഡൻസ് ആയിരിക്കും. ഒരു രീതിയിലും നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. അപ്പോ അഡ്വക്കേറ്റ് അത്തീന മാം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ക്രൗഡ്, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ക്രൗഡ്, അതിപ്പോ ഗവൺമെന്റ് ലോ കോളേജസിലായാലും നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലൊക്കെ ആയാലും, അത് നമ്മളുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അത് ആ ഒരു എന്താ പറയാ, പിയർ പ്രഷർ എന്ന് പറയുന്ന സാധനം നമ്മൾ കൃത്യമായിട്ടാണ്, നമ്മുടെ കൂടെയുള്ള ആളുകൾ കൃത്യമായിട്ട് ലൈബ്രറിയിൽ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രഷർ നമുക്ക് ബിൽഡപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻട്രൻസുകൾ ക്രാക്ക് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ നാട്ടിലെ ലോ കോളേജിൽ ഞാൻ പറയുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, പക്ഷെ അവിടെ എന്റെ പേഴ്സണലി ഫ്രണ്ട്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ കൂടുതലും മെജോറിറ്റി ഇത് കൊടുക്കുന്നത് പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എനിവേ, താങ്ക് യു അഡ്വക്കേറ്റ് അത്തീന. താങ്ക്സ് എ ലോട്ട് ഫോർ ബീയിങ് ദ പാർട്ട് ഓഫ് ബാരിസ്റ്റേഴ്സ് അക്കാഡമി. നെക്സ്റ്റ് നമുക്കൊരു സ്പീക്കർ ഉള്ളത്, ക്ഷമിക്കണം, നമ്മളൊരു റാഞ്ചി ജാർഖണ്ഡിലെ എന്റെ കൂടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്ക് ബികോം ചെയ്തൊരു ഫ്രണ്ട് ആയിരുന്നു. അപ്പോ ഫ്രണ്ട് ഇപ്പോ ബികോം 3 ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് NLUവില് 5 ഇയർ LLBക്ക് പോവാണ് ചെയ്തത്. അപ്പോ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത്. ഞാൻ മൂവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നോർത്ത് ഇന്ത്യനാണ്, സോറി മലയാളത്തിലായിരിക്കില്ല സംസാരിക്കുന്നത്, ഇംഗ്ലീഷിലായിരിക്കും. അപ്പോ അത് എല്ലാവരും ഒന്ന് സഹകരിക്കാം. അപ്പോ അഖിൽ, ആർ യു ദർ? അഖിൽ Piyush. Yes, I'm here. Hi. Yeah. I will introduce you. That is Akhil Piyush. He is studying right now in Jharkhand. Okay. He is doing his LLB from National Law University in Jharkhand, Ranchi. So he will be giving his personal experience as a student at National Law University. Okay, Akhil, please continue. Yeah, so before starting, just if I'm repeating something, just let me know, because I could not understand what the other speaker said. Okay, so I gave CLAT in the year 2018. I qualified for NAU SRL Ranchi. So the experience has been good. Like, it's a tier 3 national law university, so we need to work a little harder than tier 1 and tier 2 universities. Actually, we have to establish ourselves and as well as the university, because of the alumni base is not that strong. So the work of a student at tier 3 or tier 2 university is comparatively a little harder, because you have to work harder. You have to show that you also have the same capabilities as that of NLS and NUJS. So when you enter tier 3 university, what you need to do is you need to find your area of interest as soon as possible, and you need to start working on it. And as soon as you start working on it, try to write a paper on it that is which will eventually get published in some reputed journal. So when something gets published in a reputed journal, you are recognized as well as your university is recognized. So when you try to attempt to join a firm or attend someone's do internship under someone's chamber, they recognize you. They see what kind of work you have done. So have an edge over other people. And the thing, and like all the industry, we also operate on 3 E's, right? Like enter, explore, and exploit. So once you enter law school, you start exploiting it. The exploitation period, the second stages of exploration. So you explore it for a certain period of time. So for me, I have given myself 10 years. For 10 years, I will explore the law field, and then I'll exploit it according to my interest. So what it will help me in achieving what the people in NLS and other top reputed law colleges are doing. My experience, or rather than all about this, is that
in this current academic year, I participated in one of the most prestigious international moot court competition called King's College, which competition law moot in association with Herbert Smith Freehills. Now HSF, it is one of the most prestigious and honorable name in international circuit. It has firm in almost every jurisdiction of every country. So what happens? So in this competition, it was a 5-month-long competition. We started preparing in the month of January, and we ended on in the month of May. So the results were quite good for us, as we were the second highest scored team from India. Gujarat National Law University topped us, and we were second. And we also defeated the likes of King's College London, and we secured the same place as London School of Economics. So you would surprised to know that we defeated almost all the top law college. You name it, Nalsar, OP Jindal, NLU Odisha, all of them have much more resources than us. But how we were able to do it? Because the 3 team members, they all were passionate about the subjects. They gave everything to it. We wrote mails to the author to give us their write-up so that we can read it. Problems will always be there, but you need to find a way to move towards it. So if you work hard persistently, you will achieve whatever you want to achieve. The tag of tier 3 or tier 2 NLU will not matter much. So that's my experience. Yeah, that's what I'll have prepared for you guys. Congratulations, Akhil, for your winning in remote court competitions and all. I know how much difficult it is to prepare, starting from a memorial and to do everything for the remote court thing. Okay. I know, man. Yeah. Great, it was congrats difficult, to but you. we aced. Yeah, continue, Akhil. Yeah, I was saying like it was obviously difficult. Huh? Like in our university, we don't have like all the resources which we needed, right? So what we did was we wrote mails to the original authors. We asked for their papers, like give us your paper, we'll read and we'll understand the concept of European competition law, and then we'll interpret it and use it our memorial. So it was hard, but we worked towards it and we achieved result which was positive. Like our university participated for the first time and we secured 5th rank. Like all over the world, top 12 teams were to be selected in it and we were 5th, like second best team from India. And it was quite a good result, happy result. Our university was proud. We were congratulated by the governor of the state. So it was quite a thing. Thank you for sharing this, especially because everyone knows like studying law means it open the doors for the international law colleges also. We can do our post-graduation in UK, Oxford or anywhere if you secured good marks in during the graduation and all. Also, it's a wider opportunity which every country will be having a law system. When we start studying the jurisprudence and all, we can understand how these things works and how the law has been evolved in the human beings and the structure, how it depends upon the daily life and all. Anyway, thanks a lot for joining with us, Akhil. And so I will be continuing in Malayalam, right? So no issue, right? Okay, fine. Well, I have got no issues. Like if your participants have any question, they can ask. I'm here to answer. Like if they have any question related to CLAT or anything. Okay. Sorry, I forgot that. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മലയാളത്തിലും ചോദിക്കാം, ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. Or you can ask in English also, please. I think Akhil already many have picked up the doubts and all. I think it's okay. Okay then. Okay. Thank you for joining. Bye. Yeah, bye. Take care. അപ്പോ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇതുവരെയുള്ള സെഷൻ നിങ്ങളൊക്കെ കേട്ടു. താങ്ക്സ് അലോട്ട്. അപ്പോ നിങ്ങളുടെ ഇതിൽ ഒരുപാട് ആൾക്കാർ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് ലോ ഫീൽഡിലേക്ക് താല്പര്യമുള്ള ആളുകള് കൃത്യമായിട്ട് ബാരിസ്റ്റേഴ്സ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് തരുന്നതാണ്. ജോയിനിങ്ങിന് താല്പര്യ ആളുകൾക്കൊക്കെ നമ്മളെ ബന്ധപ്പെടാം. 3 year LLB ആയിക്കോട്ടെ, അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ടുള്ളതായിക്കോട്ടെ. നമ്മൾ ഇപ്പോ ആണ് 5 year LLBയുടെ കോഴ്സ് നവംബർ എൻഡിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അധികം സ്റ്റുഡൻസിനെ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം സ്റ്റുഡൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോ അതുപോലെ തന്നെ 3 ഇയർ LLBയുടെ നമ്മൾ തുടങ്ങുന്നത് ഈ വരുന്ന ജനുവരി മന്തിൽ നമ്മൾ കൃത്യമായിട്ട് തുടങ്ങും. ബിക്കോസ് 3 to 4 months നമുക്ക് പിന്നെയും അവൈലബിൾ ആയിട്ടുണ്ടാവും. ജൂണിലൊക്കെയാണ് എൻട്രൻസ് എക്സാം നടക്കാറുള്ളത്. അപ്പൊ അതിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ നമ്മൾ തരുന്നതാണ്. അപ്പോ ഏത് രീതിയിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ശേഷവും ചോദിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സർ 5 ഇയർ LLB ചെയ്ത് കഴിഞ്ഞാല് കാര്യങ്ങൾ അങ്ങനെ അതെങ്ങനെ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ അതിന് വേറെ ട്രെയിനിങ് ആവശ്യമുണ്ടോ? 5 ഇയർ LLBക്ക് നമ്മൾ കൃത്യമായിട്ട് 4 മാസത്തോളം കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നവംബർ ലാസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ഏപ്രിൽ മെയ്യിലാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക, എൻട്രൻസ് എക്സാം ഉണ്ടാവുക. അതിൽ ഈ ഒരു 4-5 മാസം കൃത്യമായിട്ട് നമ്മൾ തരുന്ന മെറ്റീരിയൽസും ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മെറ്റീരിയൽസ് വെച്ചിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ എന്തായാലും ക്വാളിഫൈ ആവാൻ പറ്റും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹാർഡ് വർക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നടത്തും. അതുപോലെ തന്നെ തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കുക. അത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വായിക്കുക. അതുപോലെ തന്നെ ലീഗൽ ടേംസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ. ഈ 3 ഇയറിനും 5 ഇയറിനും വെവ്വേറെ എക്സാമിനേഷൻസ് ആണോ? എൻട്രൻസ് എക്സാമിനേഷൻ വെവ്വേറെ ആണോ? അതേപോലെ ഇതിന് പ്രായത്തിന്റെ ലിമിറ്റ് ഉണ്ടോ? അതെ, വേറെ വേറെ എക്സാം തന്നെയാണ്. 5 ഇയർ എന്ന് പറയുന്നത് +2 മാത്രം കഴിഞ്ഞവർക്കുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞവർക്കും 5 ഇയർ എഴുതാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുകളാണ് 5 ഇയർ LLBക്ക് പോകേണ്ടത്. അതേ സ്ഥാനത്ത് ഓൾറെഡി കയ്യിൽ ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ 5 ഇയർ LLBക്ക് പോകേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് 3 ഇയർ LLBക്ക് പോകാം. അപ്പൊ രണ്ടും വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി 5 ഇയർ LLB ഇല്ല. ഓക്കെ. അതേ സ്ഥാനത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ 3 ഇയർ LLB ഇല്ല. അപ്പോ ആ രീതിയിലാണ് കൃത്യമായിട്ട് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ക്ലാറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ 5 ഇയർ LLB ആണ്. അതേ സ്ഥാനത്ത് 3 ഇയർ LLBയുടെ വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി LLB എൻട്രൻസ് എക്സാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരളത്തിലെ ലോ എൻട്രൻസ് എക്സാമിനേഷൻ, ഇതൊക്കെയാണ് ഉള്ളത്. അതേ സ്ഥാനത്ത് ജാമിയയിലും പ്രൊവൈഡ് ചെയ്യുന്നത് 5 ഇയർ LLB ആണ്. ഓക്കെ. പ്രായത്തിന്റെ ലിമിറ്റേഷൻ ഉണ്ടോ? പിന്നെ പരിധി ഉണ്ടോ? 3 ഇയർ LLBക്ക് പ്രായത്തിന്റെ ലിമിറ്റേഷൻ ഇല്ല. അതുപോലെ തന്നെ പ്രായത്തിന്റെ ലിമിറ്റേഷൻ ഞങ്ങളുടെ ഒക്കെ ക്ലാസ്സിൽ 50-ഉം 60-ഉം വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോ അതിൽ യാതൊരു ഇഷ്യൂ ഇല്ല 3 ഇയർ LLBയില്. 5 ഇയർ LLBയിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 21 ഇയേഴ്സിലൊക്കെ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അതിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. 3 ഇയർ LLBയില് നോ ഏജ് ബാർ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും എൻട്രൻസ് പ്രിപ്പറേഷൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിന്റെ പിന്നെ മാർക്ക് നമ്മളനുസരിച്ചല്ലെങ്കിൽ സെലക്ഷൻ സോറി കേട്ടിട്ടില്ല. എൻട്രൻസ് എക്സാമിലുള്ള ഹലോ ഹലോ പറയൂ. ഹലോ കേൾക്കാം? കേൾക്കാം പറയൂ. ഓക്കെ. എൻട്രൻസ് എക്സാമിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ സെലക്ഷൻ? മറ്റുള്ള പല ക്രൈറ്റീരിയസും മറ്റോ ഉണ്ടോ? ഇല്ല. എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് മാത്രം മാനദണ്ഡം. പ്രത്യേകിച്ച് 3 ഇയർ LLBയില് നിങ്ങളുടെ ഗ്രാജുവേഷൻ മാർക്കോ +2 മാർക്കോ ഒന്നും മാറ്റർ അല്ല. ജസ്റ്റ് നിങ്ങൾ എൻട്രൻസ് ക്രാക്ക് ചെയ്തോ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. അതിനുശേഷം പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. ഡിഗ്രിയിൽ 45% മാർക്കാണ് OBC സ്റ്റുഡൻസിന് വേണ്ടത്. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 50% ഉണ്ട്. ഐ തിങ്ക് ഈ ലാംഗ്വേജ് ഇമ്പോർട്ടൻസിനെ പിന്നെ അഡ്മിഷൻ നമ്മൾ ഏതാണ് ക്ലാറ്റ് ചെയ്യുന്നതിലാണോ നിങ്ങൾ ചോദിക്കുന്നത്, അതോ 3 ഇയർ LLB ആണോ? എൻട്രൻസ് എക്സാമിനുള്ള ലാംഗ്വേജ് ആണോ ചോദിച്ചത്? ഹലോ, ഞാനത് പറയാം. എൻട്രൻസ് എക്സാമില് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ മുമ്പ് 20ഓളം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ പാരഗ്രാഫ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അതിന്റെ പാറ്റേൺ മൊത്തം ചേഞ്ച് ചെയ്തു ക്വസ്റ്റ്യൻസിന്റെ. എന്നിട്ട് അവരിപ്പോ ചോദിക്കുന്നത് ടോട്ടലി ലീഗൽ റിലേറ്റഡ് ആണ്. ജസ്റ്റ് പോളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ലീഗൽ പ്രിൻസിപ്പിൾസ്, കുറച്ച് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ വെച്ചിട്ട് മാത്രമാണ്. ഇംഗ്ലീഷിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ചോദിച്ചത് കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോ 3 ഇയർ LLBയില്
ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതേ സ്ഥാനത്ത് ക്ലാറ്റിന്റെ എക്സാമിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതിൽ പാരഗ്രാഫ് റീഡിങ് മുതൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രാമർ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൃത്യമായിട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അത് നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഭയങ്കരമായിട്ടുള്ള വായന വേണമെന്ന് ഞാൻ പറയുന്നില്ല. കൃത്യമായിട്ട് 3-4 മാസം ഇരുന്ന് നമ്മളുടെ തരുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതിൽ മാത്രം കടുപ്പമുള്ള ലാംഗ്വേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹലോ, ചോദിച്ചോളൂ. സാർ ഇത് ഈ ക്ലാറ്റ് എത്ര മാർക്കിലാണ് നടത്തുന്നത്? ക്ലാറ്റില് ക്വസ്റ്റ്യൻസ് ഉള്ളത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ 150 ക്വസ്റ്റ്യൻസിൽ അവർ കൃത്യമായിട്ട് ആ 150 എനിക്ക് തോന്നുന്നത് കട്ട് ഓഫ് കോമ്പറ്റീറ്റീവിനനുസരിച്ചിട്ടാണ്. ഈ വർഷം എന്തൊക്കെയോ ഇഷ്യൂസ് കൃത്യമായിട്ട് നടന്നിരുന്നു. ഈ ഒരു കൊറോണ ടൈമിൽ എക്സാം നടത്തിയിട്ട് വളരെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ മാർക്ക് വാങ്ങിയ ആളുകളടക്കം അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അപ്പോ മാർക്ക് എല്ലാ വർഷവും ഡിഫറൻസ് ആയിട്ട് നിൽക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 60 to 70% അബോവ് എൻട്രൻസിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ 100-ൽ 100 മാർക്ക് വാങ്ങണം എന്നുള്ള നിർബന്ധമുണ്ട്. പിന്നെ സാർ ഞാൻ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ പ്ലസ് ടു സയൻസ് ആയത് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനും പ്ലസ് ടു സയൻസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഡിഗ്രി ബികോം ആയിരുന്നു. അപ്പോ ഡിഗ്രി ബികോം കഴിഞ്ഞ് ഇപ്പോ 3 ഇയർ ലോ പഠിക്കുകയാണ്. അപ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സയൻസ് അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. പറയൂ. ഇപ്പൊ 3 ഇയർ LLBക്ക് എക്സാം ഏതാണുള്ളത്? 3 ഇയർ LLBക്ക് എക്സാംസ് ഉള്ളത് ഒന്ന് ഫസ്റ്റില് ഏറ്റവും ചിന്തിക്കേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടാണ്. കാരണം 2700-2800ഓളം സീറ്റ് മൊത്തം ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ കാറ്റഗറി വൈസ് ആയിട്ട് റിസർവേഷനും ഉണ്ട്. അത് അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള, അത്രയും സീറ്റുള്ള വേറൊരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലില്ല. ഒന്നത്. രണ്ടാമത്, എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും കൃത്യമായിട്ട് അത്യാവശ്യം സീറ്റ് ഉണ്ട്. കൃത്യമായിട്ട് എണ്ണം എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ കേരളത്തിലെ ലോ എൻട്രൻസ് ക്ലീന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിൽ കോഴിക്കോട്, തൃശ്ശൂർ, അതുപോലെ തന്നെ എറണാകുളം, ട്രിവാൻഡ്രം ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അതൊന്നും കിട്ടിയിട്ടില്ല ഒന്നുണ്ടെങ്കിൽ സിംബയോസിസ് ഉണ്ട് പൂനെയിലൊക്കെ ഉള്ളത്. അത് പ്രൈവറ്റിൽ വരുന്നതാണ്, എന്നാൽ പോലും അതും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു 3-4 മാസത്തെ പ്രിപ്പറേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് പോലെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാംഗ്ലൂർ അങ്ങോട്ടുള്ളത്? ബാംഗ്ലൂർ 3 ഇയർ LLBയുടെ പ്രൈവറ്റുകളാണ് ഉണ്ടാവാൻ ചാൻസ്. കാരണം അവിടെ എന്റെ അറിവിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇല്ല. പ്രൈവറ്റ് ഉണ്ടാവും ഒരുപാട്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. കർണാടകയിലൊക്കെ CUSET-ന്റെ ഒക്കെ അണ്ടറിൽ വരുന്നതുണ്ട്. CUSET-ന്റെ അണ്ടറിൽ വരുന്നതുണ്ട്. അപ്പോ അതില് റാങ്കിങ്ങിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഡൽഹി ഒക്കെ ഗവൺമെന്റ് വൈറ്റ് വരുന്നതാണോ? അതെ, ഡൽഹി യൂണിവേഴ്സിറ്റി മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് അണ്ടറിൽ. ആകെ ഫീസ് എന്ന് പറയുന്നത് വർഷത്തേക്ക് വെറും 5000 രൂപയാണ്. 5000 rupees ആണ് ഒരു വർഷത്തെ ഫീസ്. അതേ സ്ഥാനത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തേക്ക് മിനിമം 1 lakh and above കൊടുക്കേണ്ടി വരും, ഫീസ് മാത്രം. ഓക്കെ സർ, താങ്ക് യു. യൂണിവേഴ്സിറ്റിയില് 5 ഇയർ LLB ഇല്ലേ? ഇല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 5 ഇയർ LLB ഇല്ല. ഓക്കെ സർ, താങ്ക് യു. നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലാറ്റ് കൃത്യമായിട്ട് കോമ്പറ്റീറ്റീവിൽ ക്ലാറ്റിന്റെ എൻട്രൻസിന് അപ്ലൈ ചെയ്യുക. അതിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിനി 3 ഇയർ LLB ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ തേർഡ് ഇയറിലോ കോച്ചിങ് എടുത്താൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാർ
നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യാൻ ക്ലാറ്റിൽ എത്ര പേജിന്റെ മാർക്ക്? സോറി, വോയിസ് കട്ടായിട്ടുണ്ട്, ഒന്നും കൂടി പറയാം. യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യാൻ എത്ര പെർസെന്റേജ് മാർക്ക് എൻട്രൻസ് സ്കോർ ചെയ്യണം? എൻട്രൻസില് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഒരു 50 to 60 കോമ്പറ്റീറ്റീവിനനുസരിച്ചിട്ട് മാർക്ക് ഇങ്ങനെ വ്യത്യാസം വരും. കാരണം ഇത് ഒരു മത്സര പരീക്ഷയാണല്ലോ, എല്ലാ വർഷത്തിലും സ്കോറിൽ വ്യത്യാസം ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് 60 to 70% എൻട്രൻസിൽ പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മള് ഒരു അക്കാഡമിയുടെ ഒരു സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫാക്കൽറ്റീസ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ ലോ ഫാക്കൽറ്റി എന്നൊക്കെ LLB കഴിഞ്ഞ ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അഡ്വക്കേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് സ്റ്റുഡൻസിന്റെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് വരാണെന്നുണ്ട്. അവരൊക്കെ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സും ഗൈഡൻസും ഒക്കെ തരുന്ന കൂടെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ 120+ ഹവേഴ്സ് ഓഫ് ക്ലാസ്സസ് നമ്മൾ ക്ലാസിന്റെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടായിരിക്കും ക്ലാസ്. ഇതുപോലെ കൃത്യമായിട്ട് PPT ഒക്കെ പ്രസന്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ ആയിട്ട് വെർച്വൽ മീഡിയയിൽ ബോറിംഗ് ഇല്ലാതെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലാസ് ലൈവായിട്ട് മിസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് ലൈവ് നിങ്ങൾക്ക് തരുന്നതാണ്. ആ രീതിയിൽ കൃത്യമായിട്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ ഒക്കെ കാര്യത്തിൽ കൃത്യമായിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് നൽകുന്നതാണ്. ഓക്കെ സർ, 5 year LLB ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ബെറ്റർ? ഫസ്റ്റ് എല്ലാവരും കൊടുക്കുന്ന റാങ്കിങ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ തന്നെയാണ്. NLU ബാംഗ്ലൂർ തന്നെയാണ് 5 year LLBക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. നല്ല കോമ്പറ്റീഷൻ ആണ്. ആണോ? അവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഒക്കെ അറിയോ? ഫീസ് സ്ട്രക്ചർ ഇപ്പൊ അടുത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും ഒരു വർഷത്തേക്ക് ഐ തിങ്ക് 35,000 അങ്ങനെ എങ്ങാനെന്നാണ് എന്റെ അറിവ്. പക്ഷെ 50,000 വരെ എത്തിയേക്കാം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഫീസ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട്. ഓക്കെ സർ. ഹലോ സർ. അതൊന്ന് ഫീസിന്റെ കാര്യം ഒന്ന് റീകൺഫേം ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചാൽ മതി കേട്ടോ. സാർ, ഞാൻ 3 year LLBക്കാണ് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോ ബികോമിന് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇത് മെറ്റീരിയൽസ് എല്ലാം ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ? നിങ്ങൾ ഗ്രൂപ്പിൽ നിന്നാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് തരും. ഓക്കെ. നിങ്ങളിപ്പോ ഏത് ഇയർ ആണ്? ഇപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ ബികോമിന്. ഓക്കെ ഓക്കെ, ടൈം ഉണ്ടല്ലോ, 2-3 വർഷം ടൈം ഉണ്ട്. അപ്പൊ കോച്ചിങ്ങിന് ഇപ്പൊ ജോയിൻ ചെയ്യുന്നില്ല. അപ്പൊ അത് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ജോയിൻ ചെയ്താൽ മതി. അതെ. അപ്പൊ മെറ്റീരിയൽസ് കിട്ടുമ്പോ ഇപ്പൊ ഇടയില് ജസ്റ്റ് നോക്കാം അങ്ങനെ. നമ്മൾ ഐഡിയ കൃത്യമായിട്ട് ഇതുപോലെ ഫ്രീ സെഷൻസ് വെക്കും, ഡെമോ ക്ലാസ്സുകളൊക്കെ വെച്ച്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ മെറ്റീരിയൽസ് എല്ലാം? അതെ 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 അതെ, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക്സ്. സാറേ, ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി 3 year LLBക്കുള്ളതാണോ? അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ 5 year LLB ആണുള്ളത്. അതുപോലെ 3 year LLB അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. ബഷീർ 3 year ഇല്ല, 5 year ഉള്ളൂ. 5 year മാത്രമാണ് അലിഗഡിൽ. ഒരു ചെറിയൊരു ഓക്കെ. 5 year ആണ്, 3 year ഇല്ല. സാറേ, പിന്നെ ഒരു ഇയറിൽ ഇത്ര പേഴ്സൺസിനെ മാത്രം അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എടുക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? ഹലോ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? സാറേ, ഒരു ഇയറിൽ അഡ്മിഷൻ ഇത്ര ആളുകളെ എടുക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സാം ചെയ്തിട്ട് അത് ഓരോ കോളേജിന്റെ സീറ്റ്സ് അനുസരിച്ചിട്ടല്ലേ അഡ്മിഷൻ ഉണ്ടാവുക. ഇപ്പോ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലൊക്കെ കൃത്യമായിട്ട് സീറ്റ്സിന്റെ എണ്ണം അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ആ എണ്ണത്തിൽ മാത്രമേ അഡ്മിഷൻ എടുക്കൂ. 60 ഏകദേശം സീറ്റ്. 60 NLUസിലൊക്കെ, ഓരോ NLUസിലും 60 സീറ്റുകളാണ് ഉണ്ടാവാറ്. 5 year കോഴ്സിൽ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ ഒരു ഡിഗ്രി കൂടി കിട്ടുമോ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുമോ 5 year അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതെ അതെ അതെ. 5 year എന്ന് പറയുന്നത് BA LLB അല്ലെങ്കിൽ BCom LLB അങ്ങനെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. 2 ഡിഗ്രിയാണ് അതില്. ഇപ്പൊ നമ്മള് 3 year LLB ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ 6 കൊല്ലം, അവിടെ 5 കൊല്ലം. 1 കൊല്ലം ലാഭാണ്.
ഞാൻ ചോദിക്കുന്നത് അതില് ആ 5 ഇയറിൽ 3 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ നമുക്കൊരു ഡിഗ്രി കിട്ടുമോ? ഡിഗ്രി അവാർഡ് ചെയ്യോ? ഉദാഹരണത്തിന് ഇപ്പം 4ാമത്തെ കൊല്ലം ഒരാള് ലീവ് ചെയ്ത് പോയാലും അയാൾക്ക് ഒരു ഡിഗ്രി കിട്ടുമോ? അതിന്റെ കൃത്യമായിട്ടുള്ള ഇല്ല പ്രൊസീജിയേഴ്സ് ഇല്ല എനിക്ക് ഇല്ല അറിയില്ല. അങ്ങനെയല്ല. പക്ഷെ 5 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. 5 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. അതൊരു കോഴ്സ് എന്ന രീതിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ്. 5 കൊല്ലം പഠിച്ചാലാണ് ബികോം പ്ലസ് LLB കിട്ടുക. അതിന്റെ ഇടയിൽ നിർത്തുക എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ. അപ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Sir, Tuesday in the university ക്ലിയർ ആയിട്ടില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്റേൺഷിപ്പും തമ്മിൽ നിങ്ങളുടെ വോയിസ് എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള സ്ഥലത്താണ് ഉള്ളതെന്ന് തോന്നുന്നു. ക്രാക്കാണ്. ടൈപ്പ് ചെയ്താലും മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ട്രൈ ചെയ്തു, വോയിസ് ഒന്നും കൂടി ട്രൈ ചെയ്തു. Hi, sir. Since I'm an NRI student, so according to me, for me, I have an NRI quota too. So what is the NRI quota that can come in? NRI quota, ഏത് കോളേജിലാണ്? In which university you are referring to? For national colleges or even symbiosis for that sake? Symbiosis is offering, I think Symbiosis is offering NRI seats as well. But I don't know the exact procedure, how the NRI seats are being distributed or not. Whether there is any separate entrance examination for the same. I will let you know by confirming this, okay? Okay, thank you. But I have another doubt too. Since we are starting the course on November, we have a board exams coming up for 12th graders mostly. So what is your pattern for that? Like we will be scheduling the class from Saturday and Sundays only. Okay, we are offering 100 plus hours or 120 plus hours. So there is no issue that you have board exams or anything else. We will, if you are missing out the live sessions, the classes will be recorded. You will be getting the recorded live classes. Okay. Also, we will do the timetable according to the certification of the student by discussing with the students only. Okay, so since you've said it's Saturday and Sunday, since I'm an NRI student, I have school on Sunday. I live in GCC countries. So what will be the timing? The timing will be discussed among the students, then we will decide. Okay, thank you. Hello, sir. Yeah. ജഡ്ജ്മെന്റ് ജുഡീഷ്യൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉണ്ട് ഇതിൽ? എങ്ങനെയാണ് ഇപ്പോ അതിലേക്ക് കടക്കേണ്ടത്? ഒരു മിനിറ്റ്. Is there any relationship between university studying and internship? ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യലാണ്. ആ രീതിയിൽ ഇന്റേൺഷിപ്സ് എടുക്കാറുണ്ട്. അല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാതെ ഇന്റേൺഷിപ്സ് ഇല്ലല്ലോ. ഓക്കെ, എന്തായിരുന്നു അടുത്ത ആള് ചോദിച്ച ക്വസ്റ്റ്യൻ? കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദ് സാർ, ജഡ്ജ്മെന്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ എത്രമാത്രം ജഡ്ജി ആവാനുള്ള ജഡ്ജി ആവാൻ എങ്ങനെയാണ് ജുഡീഷ്യറിയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ ഓരോ സ്റ്റേറ്റും നടത്താറുണ്ട്. ഓൾ ഇന്ത്യ ജുഡീഷ്യറി സർവീസ് ആക്കാനുള്ള ഡിസ്കഷൻസ് ഇപ്പോഴും പെൻഡിങ് ആണ്, അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സും അവരുടെ സെപ്പറേറ്റ് ജുഡീഷ്യൽ സർവീസ് എക്സാം ആണ് നടത്തുന്നത്. ഉദാഹരണത്തിന് കേരളം 2 വർഷം തോറും ജുഡീഷ്യൽ ലോവർ കോർട്ടിലേക്ക് എന്ന് വെച്ചാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മുനിസിപ്പായിട്ടും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജുഡീഷ്യൽ എക്സാമിന് ഡയറക്ട് എക്സാമിന് വിളിക്കാറുണ്ട്. വാക്കൻസി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 34ഓളം ജഡ്ജിമാരുടെ വാക്കൻസി ആയിരുന്നു കേരളത്തിൽ ആകേണ്ടായിരുന്നത്. അപ്പോൾ ഒരു LLB ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ജുഡീഷ്യറി എക്സാം ഡയറക്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 50% അബോവ് നിങ്ങൾക്ക് LLBയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജുഡീഷ്യൽ സർവീസ് എക്സാം എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ജഡ്ജി ആവാനുള്ള അവസരം, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജഡ്ജി ആവാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള തരത്തിൽ ജഡ്ജി ആവാന്നുള്ളത് പ്രാക്ടീസും സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ മറ്റേ ജുഡീഷ്യൽ ജഡ്ജ് മജിസ്ട്രേറ്റ് ആകുമ്പോൾ അതിന് പ്രാക്ടീസ് വേണ്ടേ? അപ്പോൾ LLB കഴിഞ്ഞപ്പോൾ തന്നെ
അതിന്റെ എക്സാമിന് പോകാൻ പറ്റുമോ? പ്രാക്ടീസ് വേണം? ഇല്ല, പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ജഡ്ജി ആവാൻ പറ്റും. ഡയറക്റ്റ് ജഡ്ജി ആവാനുള്ള എക്സാം കേരള ജുഡീഷ്യൽ സർവീസ് നടത്താറുണ്ട്. ഓക്കെ, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് അങ്ങനെ അതിലേക്ക്? ഹൈക്കോർട്ടിലല്ല, ലോവർ കോർട്സിലാണ് നമ്മൾ ഫസ്റ്റ് ജഡ്ജി ആവുക. ലോവർ കോർട്സിലാണ്, ലോവർ ജുഡീഷ്യറിയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക. അവിടുന്ന് പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും പോവാല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സർ, പിന്നെ ഇത് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോൾ LLB കഴിഞ്ഞിട്ട് LLM മസ്റ്റ് ആണ്. LLM 1 year LLM നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 2 year LLM 3 year LLM ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് LLM എന്തായാലും ചെയ്തിരിക്കണം. അതിന്റെ കൂടെ ലോനും നെറ്റ് ഉണ്ട്. നെറ്റിന്റെ എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതും എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള, ഗവൺമെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. ഇനി വരുന്ന കാലങ്ങളിൽ കോളേജിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ PhD വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ LLM കഴിഞ്ഞിട്ട് PhDക്ക് പോകേണ്ടി വരും. 2021 തോന്നുന്നു. ഐ തിങ്ക് PhD വിൽ ബി ദ ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ ബിക്കമിങ് എ അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ. എനിവേ LLM വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിനുശേഷം പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ടീച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ ടീച്ചിങ് ചെയ്യാനുള്ള LLM മാത്രമാണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു സർ. Anyone else? I think we have spent around 1 hour and a half hours. LLM means post graduation. LLB കഴിഞ്ഞിട്ടുള്ള മാസ്റ്റേഴ്സ് ഇൻ ലോ. അപ്പോ എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന്. അപ്പൊ നമ്മള് ബാരിസ്റ്റേഴ്സ് അക്കാഡമിയുടെ കോൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ ഭാഗത്ത് നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബഷീർ കാ, if you have anything to share, okay. ബാരിസ്റ്റേഴ്സ് അക്കാഡമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? കോളേജിലുള്ള ആളാണോ? അതെ അതെ, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു, BCom. ഇപ്പൊ 3 year LLB സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ബഷീർ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ബഷീർ കണ്ടിന്യൂ. ബാരിസ്റ്റേഴ്സ് അക്കാഡമിന്റെ ഒന്ന് വിശദീകരിച്ചു കൊടുത്തു. ബാരിസ്റ്റേഴ്സ് അക്കാഡമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഓക്കെ, അപ്പോ ബാരിസ്റ്റേഴ്സ് അക്കാഡമി ഞാൻ തുടക്കത്തിലും പറഞ്ഞു, ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുള്ളത് നമ്മള് വളരെ സ്പെസിഫിക്കലി ഫോർ ലോ LLBക്ക് മാത്രമായിട്ടാണ്. 3 year ആയാലും അതുപോലെ തന്നെ 5 year ആയാലും. അപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായിട്ട് മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ തരുന്നതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് വെക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്ലിയേഴ്സ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. ഈ ഒരു അക്കാഡമിയിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിന്റെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിത്തിൻ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകളിലെ ആളുകളുണ്ട്. അപ്പൊ ആ ഒരു സർക്കിളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോ ഇത്തരം ഒരു വൈഡർ ഓപ്പർച്യൂണിറ്റി ഇങ്ങനത്തെ ഒരു അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഏത് തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആരും LLB എന്നുള്ള ഒരു ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സജസ്റ്റ് ബാരിസ്റ്റേഴ്സ് അക്കാഡമി. If I missed anything, you can add on, Bashir, please. Okay, that's fine. Okay, anyway, thanks for joining. Thank you. We are ending up the meeting, okay? Thank you. Thanks a lot. Thank you so much.